ശ്രീകണ്ഠേശ്വര, കാത്തുരക്ഷിക്കണേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് സർവ്വ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകണേ. ഓം നമഃ ശിവായ. നിക്ക്, സ്ലൈഡ് കുത്തട്ടെ. സരസ്വതി, ആ മാല എവിടെ? ഇരിക്കുന്നിടത്തി. ആ, എനിക്ക് ഒത്തിരി. നമ്മുടെ മോന്റെ കല്യാണ നിശ്ചയാണ്. അവനെ അനുഗ്രഹിക്കണം. കുട്ടിക്കാലം മുതലേ പറഞ്ഞുറപ്പിച്ച ബന്ധമായിരുന്നതിനാല് ഇന്നലെ വരെ മനസമാധാനം ഉണ്ടായിരുന്നില്ല. പിള്ളേരുടെ മനസ്സല്ലേ, വേറൊരു മോഹം അങ്ങോട്ട് മനസ്സിലുദിച്ചാല് ഭഗവാന്റെ കൃപ കൊണ്ട് ഈശ്വര പിള്ളയ്ക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാലോ. ശരിയാ, കോയിക്കര ഭാസ്കരേട്ടന്റെ കാര്യം അറിയില്ലേ? ഇതുപോലെ തന്നെ ആയിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? ചെറുക്കൻ മറ്റുത്തിയുടെ കൂടെ പൊറുപ്പായി. പെണ്ണ് ഇപ്പോഴതും പറഞ്ഞ് മൂത്ത് നരച്ച് നിപ്പ. മനസ്സിൽ വേണ്ടാതീനം തോന്നിയിട്ടാണേ. ഇതാണ് പെൺമക്കളുള്ള തന്തമാരുടെ അവസ്ഥ. ചിങ്ങം 10 തിങ്കളാഴ്ച ചന്ദ്രോത്ത് തറവാട്ടിൽ പരേതനായ ചന്ദ്രശേഖരക്കുറുപ്പിന്റെ മകൻ ആനന്ദക്കുട്ടനും തെക്കും മഠത്തിൽ ഈശ്വരപിള്ളയുടെ മകൾ രേവതിയും തമ്മിലുള്ള വിവാഹം വരുന്ന മകരം 22 വ്യാഴാഴ്ച രാവിലെ 9-നും 9:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ മട്ടുമ്മൽ ഭഗവതിയെ സാക്ഷ്യപ്പെടുത്തി നടത്തുവാൻ വരന്റെ മൂത്തമ്മാവൻ നാരായണക്കുറുപ്പും വധുവിന്റെ അച്ഛൻ ഈശ്വരപിള്ളയും ചേർന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇരുവരും ചന്ദനവും മഞ്ഞളും തൊട്ട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കുറി കൈമാറിക്കോളൂ. നീ എന്താ ആലോചിക്കുന്നേ? എന്നാൽ അവളിത് എവിടെ പോയി? എന്റെ പാക്കറ്റിലുണ്ട്, ആരോടും പറയണ്ട. എന്താ എന്താ? ഓ, ചേട്ടത്തി പിന്നിലുണ്ടായിരുന്നോ? എന്നോട് പറയാ സത്യം, അവളിത് എവിടെ പോയി? സ്നേഹം കൊണ്ടുള്ള ആകാംക്ഷ അല്ല ഇത് എന്ന് എനിക്കറിയാം, എന്നാലും പറയാം. എന്റെ കാറിന്റെ പിന്നീന്ന് അവളെ പൊക്കാൻ കഴിവുള്ള ഒരുത്തനേ ഈ ഭൂമി മലയാളത്തിലുള്ളൂ. അത് മറ്റാരുമല്ല, എന്റെ പുന്നാര മരുമോൻ ആനന്ദക്കുട്ടൻ. കൺമണിയേ പൊന്നഴകേ എന്നുയിരേ നീ അരികെ ഒരു പിടി മുന്തിരി മുത്തുകൾ ചിന്തിയ പുഞ്ചിരി പൂക്കാലം വിരലുകൾ നീന്തിയ പൊന്മണി വീണയിലുണ്ടൊരു സംഗീതം. ഓ കൺമണിയേ പൊന്നഴകേ എന്നുയിരേ നീ അരികെ. ഭയങ്കര ആലോചനയാണല്ലോ. നമ്മൾ രണ്ടുപേരും കൂടി ഒരു പാട്ടും പാടി നടന്ന എങ്ങനെയുണ്ടാവും ആലോചിക്കായിരുന്നു. കൺമണിയേ. വീട്ടില് നിശ്ചയിപ്പ് അടക്കല്ലേ? ആ, എന്തായാലും ഒരു അബദ്ധം പറ്റി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്നെ കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവില്ലേ? ഉണ്ടാവും എന്ന് കരുതി എത്ര നാളാന്ന് വെച്ചാൽ കാത്തിരിക്കുക. അവിടെ ഇരുന്നൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? കുറെ നാളായിട്ട് വിചാരിക്കുക നിന്നെ ഒന്ന് തനിച്ച് കിട്ടണം. വീട്ടിൽ വല്ല രക്ഷയുണ്ടോ? കുറെ പിള്ളേരും പണ്ടാറും. എടി, ഇത് ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെ അവകാശമാണ് അവനവന്റെ പെണ്ണിനോട് ഇത്തിരി കൊച്ചോർത്താനം പറയാന്നുള്ളത്. ഇനിയിപ്പോ ഇന്നത്തെ ചിറ്റിക്കളി പിടിച്ചാൽ തന്നെ നമുക്കൊരു ചുക്കുമില്ല. നിശ്ചയം കഴിഞ്ഞില്ലേ? എവിടെ? ഓ, പേടിപ്പിച്ചതാണല്ലേ? നടക്കില്ല മോളെ. അയ്യോ, നേരെ ഒരുപാടായി. അമ്മാവൻ ഞാനെന്തു പറയാന്? ഞാൻ ഇവരുടെ അച്ഛനാണെങ്കിലും ചെറുപ്പം മുതലേ ഇവിടെ വളർന്ന എന്റെ കുട്ടിയുടെ അധികാരം മുഴുവൻ നിങ്ങൾക്കല്ലേ. ഞാൻ അന്നും ഇന്നും ഇവിടുത്തെ കാര്യസ്ഥൻ. ഈ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പ്രത്യുപകാരാന്ന് കരുതിക്കോ. ഞങ്ങളിത് ഭംഗിയാക്കും. അമ്മയില്ലാത്ത എന്റെ കുഞ്ഞിന് ഈശ്വരൻ നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിച്ചല്ലോ, അത് തന്നെ ധാരാളം. കല്യാണ ഡ്രസ്സ്, സ്വർണം എല്ലാത്തിനും തീരുമാനമായെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മോഹം. എനിക്കറിയാം, തുണി കാഞ്ചീപുരത്ത് എടുക്കുന്ന കാര്യല്ലേ? അല്ല, ഗുരുവായൂർ പോയി തൊഴണം. സദ്യ ശങ്കരനിളയത്തിനെ ഏൽപ്പിക്കണം എന്നല്ലേ? അതെല്ലാം നിങ്ങൾ ഭംഗിയാക്കുമെന്ന് എനിക്കറിയാം. പിന്നെന്താണ്, പറഞ്ഞോളൂ. ഞാൻ പറയാം. അമ്മായിയുടെ മനസ്സിൽ എന്താന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് എപ്പോഴും പറയാറുള്ളതാ. എന്താണ്? കുട്ടേട്ടന്റെ കല്യാണത്തിന് വലിയ ചേച്ചിയും കൂട്ടിക്കൊണ്ട് വരണം. അത് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് പോലെ എന്റെ മനസ്സറിയാം. കുട്ടന്റെ വിവാഹത്തിന് അവന്റെ ചേച്ചി ഉണ്ടാവണം. എന്റെ മൂത്ത മോള് ആനന്ദവല്ലി. അത് പറഞ്ഞപ്പോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇഷ്ടക്കേടായി. അത് നടക്കില്ല.
എന്തൊക്കെയായാലും അങ്ങനെ അർത്ഥം മുറിച്ച് പറയേണ്ടിയിരുന്നില്ല. പിന്നെ എന്താ പിള്ളച്ചേട്ടാ ചെയ്യേണ്ടത്? അവളെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവരണോ? എത്ര കേമായിട്ടാണ് നമ്മളുടെ കല്യാണം നടത്തിയത്. എന്നിട്ടും വർഷം ഒന്ന് കഴിയുന്നതിന് മുമ്പ് ഒരു തമിഴൻ പാണ്ടി അവല് കച്ചവടക്കാരന്റെ കൂടെ ഒളിച്ചോടിയില്ലേ? അതും മറന്ന് പറ്റില്ല ഒരിക്കലും. അമ്മേ, എന്താ അവിടെ കുറ്റപ്പെടുത്തലെല്ലാം കഴിഞ്ഞോ? നീ അതിന് വന്നാണോ? അവര് പറയുന്നതിലും കാര്യമില്ല അമ്മേ. അവൾ എന്തിനത് ചെയ്തു എന്ന് അന്വേഷിക്കാനും അവളുടെ ഭാഗം ചിന്തിക്കാനും അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഞാൻ പറയുന്നതൊക്കെ ഇവിടെ ആര് കേൾക്കാൻ, അംഗീകരിക്കാൻ? പരുക്കനും മുൻകോപക്കാരനുമായ നിന്റെ അച്ഛൻ മകൾക്ക് വേണ്ടി കണ്ടെത്തിയത് വലിയ പണക്കാരനെയായിരുന്നു, ഒരു നല്ല മനുഷ്യനെയായിരുന്നില്ല. സൗന്ദര്യമില്ലെന്ന അപകർഷതാബോധം, അതായിരുന്നു അയാളുടെ പ്രശ്നം. നിനക്കിത്രയും ഭംഗി വേണ്ട. നിന്റെ മുഖം ഞാൻ വികൃതമാക്കും. ഈ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നു? അവൾ ജീവൻ ഒടുക്കാൻ വരെ ആലോചിച്ചതാ. என் கூட வரீங்களா? സഹിക്കാവുന്നതിലേറെ സഹിച്ച അവൾക്ക് ഒടുവിൽ കിട്ടിയ കച്ചിത്തുരുമ്പായിരിക്കാം ആ അവല് കച്ചവടക്കാരൻ. അല്ലാതെ സൗഭാഗ്യങ്ങൾ തേടി പോയതല്ല അവളെന്ന് നിനക്കെങ്കിലും ഊഹിച്ചൂടെ? എന്നിട്ടും വെറുതെ വിട്ടു അവളെ. അവിടെയും മനസമാധാനം കൊടുത്തു നിന്റെ അച്ഛൻ. അവളെ ന്യായീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഞാനും. എന്റെ മോളുടെ പേര് പോലും ഇവിടെ ഉച്ചരിക്കാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. നിന്റെ അച്ഛന്റെ മരണം പോലെ അവളെ അറിയിച്ചോ? ഇല്ല. 20 വർഷമായിടാ ഞാൻ എന്റെ മോളെ പിരിഞ്ഞിട്ട്. ഇനി എനിക്ക് വയ്യ. എത്ര നാളെന്ന് വെച്ചാ എനിക്ക് എന്റെ മോളെ കാണണം. നിന്റെ കല്യാണത്തിന് അവൾ ഇവിടെ വേണം. അതെന്റെ ദുർവാശയാണെന്ന് കൂട്ടിക്കോ. ഇനി നിനക്കും അതിന് കഴിയില്ലെങ്കിൽ ഞാൻ പോവും. നാടും ഭാഷയും അറിയില്ലെങ്കിലും ഞാൻ കണ്ടെത്തും അവളെ. നോക്കിക്കോ. നാട് വിട്ട പെങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചോ രണ്ടാളും കൂടി? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ചേച്ചിയെ കുറിച്ച് നിങ്ങളൊക്കെ തന്ന ചിത്രങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അമ്മ പറയുന്നതിന് മുമ്പ് ഞാനും അങ്ങനെയൊക്കെ തന്നെ കരുതിയിരുന്നത്. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായ ആരും ചെയ്തു പോകുന്ന തെറ്റേ എന്റെ പെങ്ങളും ചെയ്തിട്ടുള്ളൂ. അല്ലായിരുന്നെങ്കിൽ പുഴക്കരയിൽ കണ്ട ഭർത്താവിന്റെ മൃതദേഹം പോലെ ഒരജ്ഞാത ശരീരം കടലിലോ കായലിലോ പൊന്തിയനെ. കുറുപ്പമാവ, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മറക്കാനും പൊറുക്കാനുള്ള കഴിവുള്ളതുകൊണ്ടല്ലേ? ക്ഷമിച്ചൂടെ ഇനിയെങ്കിലും? എനിക്ക് സാധിക്കില്ല. അവൾ ഇവിടെ വന്നാൽ നാട്ടുകാരുടെ മുഖം. നാട്ടുകാരല്ല, എനിക്ക് എന്റെ അമ്മയാണ് വലുത്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? എന്നാ അങ്ങോട്ട് ചെല്ല്. കുട്ടാ, അന്ന് കോയിൽപ്പെട്ടിക്ക് പുറപ്പെട്ട നിന്റെ അച്ഛൻ അയാളോട് കാണിച്ച ക്രൂരത ഈ ജന്മം അയാൾക്ക് മറക്കാൻ പറ്റുന്നതല്ല. അത് ഓർമ്മ വേണം. അടിയേറ്റ പാമ്പിനെ പോലെ അയാൾ കാത്തിരിക്കുകയായിരിക്കും പകരത്തിന് പകരം ചോദിക്കാൻ. ഇനി നമുക്ക് ആ ബന്ധം വേണോ? ഞങ്ങൾ ആരും നിന്റെ ഒപ്പം ഉണ്ടാവില്ല എന്ന് ഓർമ്മ വേണം. ആൾബലം ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ പോകുന്നത് പട വെട്ടാനുമല്ല. കുഞ്ഞുനാളിൽ എന്നെ ജീവന തുല്യം സ്നേഹിച്ച ചേച്ചി എന്റെ ദേഹത്തൊരു പോറൽ പോലും വീഴ്ത്താൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതല്ല തല പോകാനാണ് വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ. എന്തേ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? അതോ നീ അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണോ? അതെ, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇനി നിന്റെ അഭിപ്രായം കൂടി കേട്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ പോയിരിക്കും. പോണ്ടെന്ന് ആരാ പറഞ്ഞേ? കുട്ടേട്ടൻ പോണം. എനിക്കും ആ ചേച്ചിയെ കാണണമെന്നുണ്ട്. എനിക്ക് പേരിട്ടത് ആ ചേച്ചിയാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാരും പറയണ കേൾക്കുമ്പോ എനിക്ക് പേടിയാവണു. സൂക്ഷിക്കണം. പിന്നെ അവിടെ ചെല്ലുമ്പോ നമ്മളെ മറക്കോ? നിന്നെ ഞാൻ മറക്കാനോ? അതെ അതെ, അവള് പോയി കിടന്നുറങ്ങട്ടെ. എന്നാ പിന്നെ അങ്ങോട്ട്. കോവിൽപ്പെട്ടിക്ക് എപ്പോഴാ യാത്ര? എന്തിനാ അറിയുന്നത്? ഞാൻ അറിയണമല്ലോ. നീ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്ന, ഞാനും ഇല്ലേ? അതേടാ.
കേശു മാവ നമ്മുടെ രണ്ടുപേരുടെ ജാതകത്തില് പിച്ചെടുക്കാനുള്ള യോഗം ഉണ്ടായിരിക്കല്ലേ? അതെ. അവള് വേണ്ട കേശു മാവ, അവളോട് ഇനി സംസാരിച്ചാൽ ശരിയാവില്ല. അവൾ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോന്നൊരു സംശയം. അവള് നിന്റെ ചേച്ചിയുടെ മോളല്ലേ? അത് അവൾക്കറിയില്ലല്ലോ. ஏய் അയ്യോ പെട്ടു. மல்லிகா என்னம்மா அவர் கொஞ்சம் பொங்கல் அதிகமா போடு. எனக்கு வேണ്ട. இங்க கூட நானே போடுறேன். இப்படி கொஞ்சம் கொஞ்சமா சாப்பிட்டா எலும்பும் தோலுமா ஆயிடுவீங்க. உன்னோட பேர் என்ன? எதுக்காக கேக்குற? சும்மா கேட்டேன். நீங்க கேளுங்க, என் பேரை சொல்றேன். ஏன் கேட்க மாட்டீங்களா? கேளுங்களேன். പേരെന്നാ? பார்வதி. പർവ്വതോ? കേശു മോനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? പർവ്വത അല്ല, പാർവതി. நீங்க மலையாளிசா? ഞങ്ങൾ ഒറിജിനൽ തമിഴന്മാര് തന്നെ. ഞാൻ ഉസലം പറ്റിയ തമിഴ്, മാർത്താന്റെ തമിഴ്. കേശു മലയാളം മലയാളം. எழுந்துருங்க. മാപ്പ് തന്ന് മன்னிക്കണം. முடியாது. அப்பா அப்பா ഞങ്ങൾ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത കാലനെ അല്ല, നിന്റെ അച്ഛനെ വിളിക്കരുത്. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട. அப்படின்னா வேற ஏதோ மேட்டர் இருக்கு. உண்மையை சொல்லுங்க. സത്യത്തിൽ ഞങ്ങൾ മലയാളികളാ. ആന அந்த விஷயம் വെള്ള சொல்லக்கூடாது. என்னமா கூப்பிட்ட? ஒண்ணும் இல்லப்பா, இவங்களுக்கு சாப்பாடு பிடிக்கலையா? மாரிமுத்து ஐயா, என்னடா சமையல் இப்படி? என்னாச்சு? வேலைக்காரங்க வயிறு முட்டா சாப்பிடறாப்பலாம் நல்லா சமைச்சு போடுங்கன்னு எத்தனை வாட்டி சொல்லிருக்க? இனிமேல் நல்லா சமைச்சு போடுறேங்க ஐயா. சரி போ போ. தம்பி, நாளையில இருந்து சாப்பாடு ஜோரா இருக்கும். നന്ദി. எனக்கு மலையாளிஸ்னா ரொம்ப பிடிக்கும். ஏன்னா எங்க அம்மாவும் மலையாளி தான். അയ്യോ, ഇവിടെ കൂവി വിളിച്ച് കൊളാക്കൂ. അതെ, നേരത്തെ അവൾ അപ്പാന്ന് വിളിച്ചപ്പോഴേ കഴിച്ചത് മുഴുവൻ ദഹിച്ചു. എന്തായാലും അവള് സ്നേഹമുള്ളവളാ. அம்மா, நான் சொல்ல மறந்துட்டேன். உனக்கு ஒரு குட் நியூஸ். அதை இன்னைக்கு தான் நான் கண்டுபிடிச்சேன். நம்ம பண்ணையில வேலை செய்யற 2 பேரும் மலையாளிங்க. മലയാളികളോ? ഉങ്ക അപ്പാക്ക് അറിയോ? தெரியாது. ஆமா, மலையாளிங்க மேல அப்பாவுக்கு அம்மா இவ்ளோ கோவம்? അതെന്റെ വീട്ടുകാരോടുള്ള വൈരാഗ്യ. എന്റെ കുഞ്ഞനീനിപ്പോ ഒരുപാട് വളർന്നു കാണും. പാവം, എന്നെ വലിയ ഇഷ്ടായിരുന്നു പണ്ടവന്. ഇനി ഈ ജന്മത്ത് എല്ലാവരെയും കാണാൻ കഴിയുമോ? ഇനി എന്തിനാ നോക്കി നിൽക്കുന്നു? ചെല്ലടാ. யார் நீங்க? இவங்க தாம்மா நான் சொன்ன மலையாளிங்க. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ചേച്ചി, ഞാൻ കുട്ടനാ, ചേച്ചിയുടെ കുഞ്ഞനുജ. കുട്ടൻ. ചേച്ചി. കേശുമാവ, മോളെ, നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തി? അതൊക്കെ പറയാം. നിനക്കെന്നെ മനസ്സിലായോ? ഇതാ അമ്മ പറയാറുള്ള കുഞ്ഞനിയൻ. அப்படின்னா? அப்படின்னா உன் மாமன். மாமனா? என்னோட முறை மாமன் இல்ல? അമ്മയ്ക്ക് സുഖാണോടാ? എന്നോട് വെറുപ്പായിരിക്കുമല്ലേ? അമ്മയ്ക്കോ? ചേച്ചിയെ കാണാനുള്ള മോഹം കൊണ്ട് അമ്മ പറഞ്ഞയച്ചാ ഞങ്ങളെ. നിന്നെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. നാട്ടിലേക്ക് വരാനും എല്ലാരെയും കാണാനും മനസ്സ് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഇവളുടെ അപ്പ സമ്മതിക്കില്ല. അയാൾ അത്രയ്ക്ക് ദുഷ്ടനാ? അല്ല, വളരെ സ്നേഹമുള്ള ആളാ. എന്നെയും മോളെയും പൊന്നുപോലെ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അച്ഛൻ അദ്ദേഹത്തോട് ചെയ്ത ദ്രോഹം, ആ പക, അതിപ്പോഴും മാറിയിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തീർത്തോളാം. ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും. നമ്മൾ ഒരുമിച്ച് കഴിയണ കാലം വരും ചേച്ചി. மாமா என்னமா சொல்றாரு? எனக்கு ஒண்ணுமே புரியல. என்ன உங்க பாட்டி வீட்டுக்கு அழைச்சிட்டு போக வந்திருக்காங்க. மாமா, என்னையும் கூட்டிட்டு போவீங்களா? കൊണ്ടുപോവാം. പക്ഷെ ഞാൻ ആരാണെന്ന് ഉങ്ക അപ്പാட்ட சொல்லக்கூடாது. என் மாமாவை நான் காட்டி கொடுப்பேனா? ஐயோ, அப்பா வராரு. ഇവളുടെ അപ്പ നിങ്ങളെ കണ്ട പിന്നെ ബാക്കി ഉണ്ടാവില്ല. പൊയ്ക്കോ പൊയ്ക്കോ. Sweet rascal. Good night, മാമാ. കേശു മാവ, അവളുടെ മാമ വിളിയിലെ ടോൺ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. ഒരു ശൃംഗാരമുണ്ട്. അതിന് കാരണമുണ്ട്.
അല്ലെങ്കിൽ തന്നെ നേരത്തെ അവൾക്ക് നിന്റെ മേലെ ഒരു കണ്ണുണ്ട്. ഇപ്പൊ അത് പൂർത്തിയായി. അതിന് ഞാൻ അവളുടെ അമ്മാവനല്ലേ? അത് കേരളത്തിൽ. തമിഴ്നാട്ടിൽ പെങ്ങടെ മകളെ കെട്ടാം. നമ്മൾ അവിടെ മുറച്ചെറുക്കൻ എന്ന് പറയും പോലെ ഇവിടെ മുറൈ മാമൻ. നീ അവളുടെ മുറൈ മാമനാണ്. പാർവതിയുടെ മനസ്സിൽ നീ അവളുടെ പുരുഷനാണ്. പുരുഷനാ? ആ, ഞാനിപ്പോ വരാം. എവിടെ പോണു? ഈ മതിലിയടിയല്ല അവളുടെ മുറിയിലെത്താൻ. ആരുടെ? മല്ലിയുടെ. ഇന്നലെ രാത്രി രക്ഷിച്ചത്. പോയൊരു നന്ദി ചൊല്ലിട്ട് വരാം. തന്നെയുമല്ല, എനിക്ക് തമിഴൊന്ന് ഫ്ലുവന്റ് ആക്കണം. പോയിട്ടു. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോ ഞാൻ അമ്മായിയോട് പറഞ്ഞു കൊടുക്കും ഈ ഫ്ലുവൻസിയുടെ നൻറിയുടെ ഒക്കെ കഥ. എന്നാ ചാടുന്നില്ല, തീർന്നല്ലോ. ചെറുക്കൻ അസൂയ. അത് നീയും ഞാനും മിണ്ടിപ്പോയാൽ നാണ് കേടാകും. ഒരു പെണ്ണിന് മോഹന സ്വപ്നം വേണം, ഒരുങ്ങിയാൽ ചന്തം വേണം, ഒതുക്കം കൊള്ളും അടക്കത്തിന്റെ വിളക്കായി തീരണം. ഒരു പെൺകൊടി പൊന്നണിയുന്നത് പോലെ, മിഴിപ്പൂക്കൾ എഴുതും പോലെ, മനം കൊണ്ടവൾ മണിത്തിങ്കൾ പോൽ മഹത്വം നേടണം. எல்லாரும் எதுக்கு கூப்பிட்டேன்னு யாருமே கேட்கலையே. அந்த சந்தோஷமான சமாச்சாரத்தை நானே சொல்றேன். நம்ம பார்வதிக்கு கல்யாணம் பண்ணி வைக்க போறேன். நாளைக்கு பொண்ணு பார்க்க வர போறாங்க. அப்ப நம்ம வீட்டுல ஒரு திருவிழா நடக்க போகுதுன்னு சொல்லுங்க முதலாளி. ஆமா, என்ன வள்ளி, மாப்பிள்ளை யாருன்னு கேட்கலையே. யார் தெரியுமா? என்னோட ஒரே சொந்தம், என் மேல உயிரை வச்சிருக்கிற என் அக்கா மக. பையன் ஒரு சுத்து தடிச்சிருந்தாலும் கம்பீரமா இருப்பான்.
கண்ணையனையா சொல்றீங்க? ஆமாண்டி. ஏன் என்ன? ஊர்ல அவனை பத்தி பொறுக்கி ரவுடி அது இதுன்னு கண்டபடி பேசுறாங்களே. அவன் ரவுடி தான். அடி தடி வெட்டு குத்துன்னு போறவன் தான். இருக்கட்டுமே, அவன் ஆம்பளடி, ஆம்பளை சிங்கம். வயசான காலத்துல நம்ம சொத்து பத்தை காப்பாத்துறதுக்கு இப்படிப்பட்டவன் தான் வேணும். அம்மையில்லா புள்ளையா நான் இருந்தப்போ வயல்ல நாத்து நட்டு கூலி வேலை செஞ்சு எனக்கு கஞ்சி ஊத்துன அக்காவுக்கு நான் எப்படி நன்றி செலுத்துறது? இருந்தாலும் இவகிட்ட சம்மதம் கேட்கணும்ல. கேப்போமே. என்னம்மா பார்வதி, உனக்கு இஷ்டம் தானே? இல்லப்பா, கண்ணைய மாதிரி ஒரு ரவுடிய நான் கல்யாணம் பண்ணிக்க மாட்டேன். கண்ணையனுக்கு தான் நீ கழுத்தை நீட்டணும். அவன் தான் உனக்கு தாலி கட்ட போறான். வேலு, நம்ம சொந்தக்கார எல்லாரும் கிட்ட சொல்லி அனுப்பு. நிச்சயதார்த்தத்தை நாளைக்கு வச்சுக்கலாம். எல்லாரும் போங்க போங்க. பார்வதிக்கு சம்மதம் இல்லாம கல்யாணம் பண்ணி வைக்கிறது நல்லது இல்லைங்க. நிறுத்தடி. நீ என்ன நினைக்கிற எனக்கு நல்லா தெரிஞ்சு போச்சு. மலையாளத்தை ஒருத்த மாப்பிள்ளை வரணும், அதானே? നടക്കാതെ. என் உயிர் இருக்கிற വരയ്ക്കും നടക്കാതെ. പറഞ്ഞ ഈ നാട് മൊത്തം അറിയും. വലിയ റൗഡിയും ആഭാസനുമാണെന്ന് ആൾക്കാരൊക്കെ പറയുന്നേ. ഞങ്ങൾക്കെല്ലാം അയാളെ പേടിയാ. പിന്നെന്തിനാ ഇങ്ങനെ ഒരുത്തനെ കൊണ്ട് നിന്നെ കെട്ടിക്കണം നളിയൻ തീരുമാനിച്ചത്? അദ്ദേഹത്തിന്റെ ചേച്ചിയുടെ മകനല്ലേ ഇവളുടെ മുറച്ചെറുക്കൻ. ആചാരപ്രകാരം അയാൾക്ക് അവകാശപ്പെട്ടതാ ഇവള്. ചേച്ചിക്ക് എതിർത്തൂടെ? എതിർക്കാനോ? വാൾമുനയിൽ നിന്നാലും വാക്ക് മാറാത്ത സ്വഭാവക്കാരൻ ഇവളുടെ അപ്പ. സത്യമാ சொல்றேன், எனக்கு അവനെ പിടിക്കല. അവൻ മൂഞ്ചിലേ മുളിക്ക മാട്ടേ. എന്റെ മോളുടെ ജീവിതം എനിക്ക് വലുത്. തൽക്കാലം പെണ്ണുകാണലും നിശ്ചയവും നടക്കരുത്. ഞാൻ മാമന്റെ കൂടെ കേരളത്തിൽ വരാം. സ്വാമിയേ, നീ ഇവളെ കൊണ്ടുപോണം. ഈ കല്യാണത്തിൽ നിന്ന് അവളെ രക്ഷിക്കണം. ആമാ, എന്നെ രക്ഷിക്കോ മാമ? രക്ഷിക്കാം, പക്ഷെ നീ എന്നെ ശിക്ഷിക്കരുത്. എന്റെ മാമക്ക് എപ്പോഴും തമാശ. ചേച്ചിയെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അമ്മയോടെ പ്രതീക്ഷിച്ചിരിക്കുക. എനിക്കും കൂടി വരണമെന്നുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ വന്നാ പ്രശ്നം കൂടുകയുള്ളൂ. പാർവതിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടെങ്കിലും ഞാൻ വരും. നമ്മൾക്ക് പോല മാമ. ചേച്ചി ഇവളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ആരാണെന്ന്. നീ നിന്റെ കുറുമ്പൊന്നും ഇവനോട് കാട്ടരുത്. അനുസരണയുള്ള കുട്ടിയായിരിക്കണം, മനസ്സിലായോ? അതല്ല ചേച്ചി, വേറൊരു പ്രശ്നമുണ്ട്. അയ്യോ, இப்ப யாருக்கிட்ட நீ மலையாளத்துல பேசுற? அது நம்ம பார்வதி கிட்ட. ஆமாப்பா, கொஞ்சம் மலையாளம் பேசணும்னு. நீ இவளுக்கு ஒண்ணு மலையாளம் கத்து கொடுக்க வேணாம், தமிழ்ல பேசினா போதும். சொந்தக்காரங்க எல்லாம் வர போறாங்க. சாப்பாடுக்கு ரெடி பண்ண சீக்கிரம். ചേച്ചി, ഇനിയിപ്പോ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ വരാൻ തുടങ്ങും. പകൽ എന്തായാലും വേണ്ട. നാളെ നേരം വെളുക്കും മുമ്പ് നീ ഇവളെയും കൊണ്ട് പോണം. മാമ, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ പോക്ക്. ചേച്ചിയും കൊണ്ട് പോകാൻ വന്നവൻ മോളെ കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നു. ഇതൊന്നും നടക്കണ കാര്യമല്ല. അവളൊരു മരം കയറി പെണ്ണ. അവളെ കൊണ്ട് നാട്ടിൽ ചെന്നാ നീ നാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു തമിഴ് സ്റ്റൈല് പ്രേമം. ഞാനതങ്ങ് സഹിച്ചു. ചേച്ചിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഇനി ആരും അറിയാതെ അവളെ ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ച് കേശവമോ ചിന്തിക്കും. അത്രയ്ക്ക് ബുദ്ധി എനിക്കുണ്ടായിരുന്നു, ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വരുമായിരുന്നോ? കേശവമാവാ, കിട്ടി. എന്തോന്ന് ഐഡിയ കിട്ടി? என்ன பொண்டாட்டி கூப்பிட்டு வரலையா? பார்வதி அம்மா, நான் மாமா கூட தானே ஊருக்கு போறேன். நீ எதுக்கும் பயப்படாத. ഭയം എനിക്കാ. കുട്ടാ, സൂക്ഷിച്ചു പോണേ. ശരി ചേച്ചി. மாமா, അയ്യോ, നീ എന്നെ ആ ടോണിൽ മാത്രം വിളിക്കല്ലേ. நான் அப்படித்தான் கூப்பிடுவேன். സ്വാമി ശരണം. என் பொண்ணங்கடி, கண்ணுக்கு கண்ண வளர்த்த என் பொண்ணங்க. எனக்கு தெரியாது. இத்தனை பேருக்கு முன்னாடி போய் சொல்லாத. உனக்கு தெரியாம இந்த வீட்டுல 2 மலையாளிங்க ஒரு வாரமா தங்கி இருக்க முடியாது. யார் அவங்க? எனக்கு தெரியாதுங்க. எல்லா விஷயம் அம்மாவுக்கு தெரியும். இதோ என் பொண்ணு சொல்றா. யாரடி அந்த நாய்ங்க? என் கூட பிறந்த தம்பியும் சொந்த மாமனும் தான் அவங்க. இந்த கல்யாணம் நடக்க கூடாதுங்கிறதுக்காக பார்வதிய
நான் தான் உங்க கூட அனுப்பி வச்சேன். சண்டாள பொறுக்கீங்களா? உன்னோட வீட்டுக்காரங்களோட திமிரு இந்த மாதிரி தீரல. நான் யாருன்னு காட்டுறேன். கண்ணைய வரும்போது நான் தலை நிமிர்ந்து நிக்கிறோம். டேய் வேலு, பழனி, வீரப்பா, எல்லாரும் கிளம்புங்கடா. இந்த ஊரே திருட்டு. நாட்டு வெடி கொண்டு வீச்சரவாளு எல்லாம் வண்டியில ஏத்துங்கடா. வாடியான் கூட உன் தம்பிய மாமனே கண்டம் துண்டமா வெட்டி கசாப்பு போட போறத நீ கண்ணால பார்க்கணும். யாரும் வணக்கம் முதலாளி. மாப்பிள்ளைய வரவேற்கு ஊர் எல்லைக்கு வந்துட்டீங்களா? அதெல்லாம் இருக்கட்டும், கண்ணைய கொஞ்சம் கூப்பிடு. இதோ அண்ணே, வாங்க அண்ணே. வணக்கம் மாமோய். இந்த எல்லையை காக்கிற தெய்வத்தை கும்பிட்டு உங்களையும் வணங்குறேன். ஏமாமா, நான் இல்ல உங்க வீட்டுக்கு வந்திருக்கணும், நீங்க இங்க வந்தீங்க. ஓஹோ, மாப்பிள்ளைக்கு இங்க இருந்தே வரவேற்பா? என்ன மாமா, புலி பதுங்குது? என் லைஃப்ல யாருக்கிட்ட என்ன மன்னிப்பு கேட்டதில்ல. ஏன்னா இதுவரைக்கும் என் மனசறிஞ்சு யாருக்கும் எந்த தப்பும் பண்ணனதில்ல. இன்னைக்கு தான் முதல் தடவையா என் மருமகன் கிட்ட கேக்குறேன், என்ன மன்னிச்சிடுறா. என்ன மாமா பெரிய வார்த்தைலாம் பேசுறீங்க? என் உயிரை என்கிட்ட இருந்து பிரிச்சுட்டு போயிட்டாங்க. என்ன சொல்றீங்க? கொஞ்சம் புரியும்படியா சொல்லுங்க. என் பொண்ண, உன் பொஞ்சாந்திய 2 மலையாளத்தானுங்க கடத்திட்டு போயிட்டாங்க. பார்வதி அப்பாவி பொண்ணு. அவ மனச கலைச்சு ஒரு மலையாளிக்கு தான் அவளை கல்யாணம் பண்ணி கொடுக்கணுங்கிற ஆசையில என் பொஞ்சாதியும் அதுக்கு துணையா இருந்திருக்கா. அந்த பசங்க யாருன்னு சொல்லுங்க மாமா. இவளோட சொந்தக்காரங்க, பார்வதியோட முறை மாமன். அருவாளு கண்ணையா, எங்க போற? பார்வதியை கூட்டிட்டு வர்றதுக்கு. பார்வதி மட்டும் போதாது மாப்பிள்ள, வேற என்ன செய்யணும் சொல்லுங்க மாமா. 20 வருஷமா என் மனசுல இருந்த எரிமலை வெடிக்கிறதுக்கு இப்பதான் நேரம் சரியா இருக்கு. சொந்தம் புருஷன் செஞ்ச குடும்பம் தாங்காம தற்கொலை செஞ்சிக்க போன ஒரு பொண்ணுக்கு வாழ்க்கை கொடுத்தவன்னா, ஊர் என்ன சொன்னாலும் பரவாயில்லன்னு ஒரு மஞ்ச கைத்தை இவ கழுத்துல கட்டி மனைவி ஆக்கிட்ட. ஆனா நான் செஞ்ச அந்த நல்ல காரியத்துக்கு பின்னால ஒரு பெரிய ஆபத்து வர போறேன்னு எனக்கு தெரியாம போச்சுடா. என் கட்ட கால பாரு. அவன் வெட்டினது என் கால் அல்ல, நெஞ்ச. அன்னைக்கு விழுந்தது என் முழங்கால் அல்ல, என்னோட ஜென்மம். என் பொண்டாட்டி மேல எனக்கு இருந்த அதிக பாசத்தினால எல்லாத்தையும் நான் சகிச்சுக்கிட்டேன். ஆனா இப்ப என் கைவலங்கெல்லாம் உடைச்சுக்கிட்டு பந்தம் பாசம் எல்லாத்தையும் நான் தூக்கி எறிஞ்சுக்கிட்டேன். இந்த கொடுமை இத்தனை நாளா தாங்கிட்டு இருக்க உங்களை பார்க்கும் போது என் நெஞ்சே வெடிச்சுட்டு போட்டுருக்கு மாமா. சொல்லுங்க மாமா, எவனோட தலையை கொண்டு வந்து உங்க காலடியில போடணும் சொல்லுங்க. எனக்கு ரொம்ப பேராசை கிடையாது மாப்பிள, தலை வேணா. இது பாரு, இந்த காலுக்கு விலையா என் காலை வெட்டுற அந்த மிலிட்டரிக்காரன் புள்ள இருக்கானே, இவ தம்பி, அவனோட ஒரு கால், ஒரே ஒரு கால் போதும். பார்வதி இங்க அழிச்சுக்கிட்டு வரும்போது அவனோட காலையும் கொண்டு வரணும். அப்பத்தான் உனக்கும் பார்வதிக்கும் கல்யாணம். என்ன? சரி மாமா, இப்பவே போறேன். என் உடம்புல உயிர் இருக்குன்னா அதை கண்டிப்பா செய்வேன். சத்தியம்? சத்தியம். அண்ணா, நான் ஒரு விஷயத்த சொன்ன கோபத்துல சத்தம் போடக்கூடாது, இந்த வீட்டை எரிக்க கூடாது, கொலை பண்ண கூடாது. மேட்டர் என்னன்னு சொல்றேன். உங்க பார்வதி மலையாளி மாமனும் இந்த ராத்திரியில கொஞ்சிக்கிட்டு இருக்காங்க. பாருங்க, அங்க பாருங்க. நல்ல மாதிரி நடிச்சு ஏமாத்திட்டு இருக்கு. உன் காலடா தலைய சிவ. நில்லுங்க,
இதுக்கு தான் சொன்னேன் எனக்கு வேண்டாம், நாளைக்கு வச்சுக்கோ. வாங்க பார்வதி. பாரு மாமா, கண்ணையனை பத்தி நீ எவ்வளவு நல்லதா சொன்னாலும் என் மனசை நான் மாத்திக்கவே மாட்டேன். தயவு செஞ்சு இனிமே இந்த விஷயத்தை எடுக்காத. അതല്ല ജീവിതം കട്ടപ്പോ. ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ആ കണ്ണയ്യയുടെ കയ്യിലിരിക്കുന്ന അഡ്രസ് ഉണ്ടല്ലോ. ഇനി നീ എന്തെങ്കിലും പറഞ്ഞ അയാളെ കൊണ്ട് നിന്റെ കാലിയാൻ വെട്ടിക്കും. ആണല്ലോ. ആ, ഞാനൊന്നും പറയുന്നില്ല. ഞങ്ങൾക്കൊന്നും കേൾക്കുകയും വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഇവൻ കേറി പോവേ. നമസ്കാരം. വണക്കം. വണക്കം. ആളെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. അവൻ നാട് വിട്ടു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അവനെ ഞാൻ കണ്ടുപിടിച്ചിട്ടേ. ഞാനിപ്പോ വരാം. ആളാരാ? കണ്ട എങ്ങനെ ഇരിക്കും? കുള്ളമ്മ, ദടിയ, കറുപ്പ, കൊടുവാ പൈസ വെച്ചപ്പാ இல்லையா? ஆமா. അപ്പൊ എന്നെയല്ല കണ്ടത്. இங்க போஸ்ட் ஆபீஸ் எங்க இருக்கு? കുറച്ച് ദൂരം പോണം. அது பக்கத்து சந்தில போனா ஃபாரஸ்ட் மாதிரி ஒரு ஏரியா வருமா, அங்க எங்கேயோ இருக்கானா. நான் அந்த ஆளை தேட போறேன், வழிகாட்டு நீ கொஞ்சம் வாயேன். അയ്യോ, 100 കൂട്ടം ജോലി. எங்களுக்கு இந்த ஏரியாவை பத்தி தெரியாது, உனக்கு தெரியும், கொஞ்சம் ஹெல்ப் பண்ணப்பா. അതിപ്പോ എന്താന്ന് വെച്ചാലേ ഞാൻ തന്നെ വരണോ? கண்டிப்பா வர. ஏன்னா இப்ப நீ என் ஃப்ரெண்டு. ഞാൻ വരാം. ஒரு நிமிஷம். കേശവമാവാ, കേശവമാവാ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ? അയ്യോ, ഇങ്ങോട്ട് വരല്ലേ. രക്തം വിറ്റിട്ട് വീഴുന്ന മുറിഞ്ഞ കാല് കണ്ട ഞാൻ ബോധം കെട്ട് വീഴും. എണിച്ചു പോവേ. അവൻ നിന്റെ കാല് വെട്ടിയില്ലേ? എങ്കിൽ വേഗം രക്ഷപ്പെട്ടോ, ഞാനും പോവാ കാശിക്ക്. അയാള് കണ്ടുപിടിച്ച ആള് ഞാനല്ല, അത് വേറെ ഏതോ നിരപരാധിയാണ്. അയ്യോ, എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞിരിക്കുക കണ്ണയ്യ. ചെന്നില്ലെങ്കിൽ അയാൾക്ക് സംശയാവും. ഈശ്വര, ഒരാളുടെ കാല് കട്ട് ചെയ്യുന്നത് പച്ചയ്ക്ക് കാണേണ്ടി വരുമല്ലോ. നീ അത് കണ്ടോണ്ട് നിന്നാൽ ഏക ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് നിന്നെ അവൻ അപ്പൊ തന്നെ തട്ടിയാലോ. അയ്യോ, എങ്കിലും ഒരു കാര്യം ചെയ്യാം. 1 മണിക്കൂറിനകം എന്നെ കണ്ടില്ലെങ്കിൽ മൊബൈലിലോട്ടൊന്ന് വിളിച്ചേക്കണം. അത് ഞാൻ ഏറ്റു. വേഗം ചെല്ലേ. ആരുടെങ്കിലും ഒരു കാല് കിട്ടിയാൽ പൊക്കോളും. ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കാല് കാത്തോണേ. ഈ പരിസരത്തൊന്നും ആളുവാസം ഇല്ലല്ലോ. ஆமா, இங்க ஒரு கொலை நடந்தா கூட யாருக்கும் தெரியாது. மாமா சொன்னப்ப கூட சம்பந்தம் இல்லாத ஒருத்தனோட காலை வெட்ட போறமேன்னு ஃபீலிங்கா இருந்துச்சு. ஆனா இப்ப அது மாறி போச்சு. பார்வதி கடத்தினது மட்டும் இல்லாம என்னையும் ஏமாத்திட்டு இருக்கானே, அவனோட காலை கண்டிப்பா வெட்டணும். உன்னை நான் கண்டுபிடிக்க மாட்டேன்னு நினைச்சியா? കണ്ണയ്യ, കണ്ണയ്യ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഒന്ന് சொல்லண்டா പട്ടി. ചെലവാ വെട്ടാവണേ. ഇവൻ എന്താ മൊബൈൽ എടുക്കാത്ത? കാലിന് പകരം ഇനി കൈവെട്ടി കാണുമോ എന്തോ. അവന്റെ കാല് വെട്ടുന്നതിന് നിനക്ക് എങ്ങനെ അറിയാം? ഞാനല്ലേ ആളിനെ കാണിച്ചു കൊടുത്തത്. ദ്രോഹി, എന്റെ കല്യാണം കഴിച്ചിട്ട് 1 മാസമേ ആയുള്ളൂ. കല്യാണം കാലും തമ്മിൽ എന്താണ് ബന്ധം? എന്നെ കൊള്ളൂന്ന് പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു കൊടുത്തതാ. രാവിലെ വന്നപ്പോഴേ ഞാൻ പറയാൻ തുടങ്ങിയതല്ലേ. രണ്ടുപേരും സമ്മതിച്ചു. നേരെ ആലൻ കാവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ പണി പോയി. Oh!
നിന്നെ കെട്ടിയിടാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പോത്തെ. ആദ്യം നീ സത്യം മനസ്സിലാക്കണം. ഞാൻ ആ പെണ്ണ് അടിച്ചോണ്ട് പോകുന്നൊന്നുമല്ല. എന്റെ സ്വന്തം പെങ്ങളുടെ മകളാണ് പാർവതി. ഒങ്ക ഊരിലെ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കായിരിക്കും. ഇവിടെ കേരളത്തിലെ സ്വന്തം മകളുടെ സ്ഥാനമാ. പിന്നെ എന്റെ കൂടെ പോകുന്നത് അവൾക്ക് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. നീ ഒരു റൗഡിയും വൃത്തികെട്ടവനുമാണെന്ന് കരുതിട്ടാ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ പെണ്ണിവനെ മുറയുമാമനെന്നും പറഞ്ഞ് സ്നേഹിക്കുക. എനിക്കറിയില്ല അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന്. ഇനി പറ, പാർവതിയാണോ എന്റെ കാലാണോ? ഏതാണ് നിനക്ക് വേണ്ടത്? ரெண்டும் வேணும். ஆனா பார்வதி எனக்கு முக்கியம். ஏன்னா சின்ன வயசுல இருந்து அவளை நான் ரொம்ப விரும்புறேன். ഇത് കേസ് വളരെ ഡീപ്പാണ്. നിനക്ക് വേണമെങ്കിൽ അവളെ കൊണ്ടുപോവാം. പക്ഷെ അവളുടെ മനസ്സ് കിട്ടില്ല. அதுக்கு நான் என்ன பண்ணணும்? നീ അവളെ പ്രേമിക്കണം. നീ അവളെ കാതലിക്കണം. என்ன விளையாடுறியா? காதெல்லாம் எனக்கு வராது. நான் ரொம்ப ரஃப். டேய் விடா. ഈ റഫിലൊന്നും ഒരു കാര്യമില്ല. ആദ്യം നീ നല്ലവനാണെന്ന് അവൾക്ക് ബോധ്യപ്പെടണം. അതിന് നീ കുറച്ച് സോഫ്റ്റ് ആവണം, പ്രേമിക്കണം. ആ ദീപം പഠിപ്പിച്ചു ആ വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവനാ. அப்போ நீ அதை கொஞ்சம் பறஞ்சு கொடு. ഓ അഴിച്ചുവിട് അഴിച്ചുവിട് അഴിച്ചുവിട്. அண்ணே இவங்களை நம்ப கூடாது. நம்பலமா? പ്രമാദം പ്രമാദം. ഇനി നിന്റെ പാർവതി നല്ല അടിപൊളി വേഷത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക. വിചാരിച്ചു ഇനി ഒരു 10-20 പെമ്പിള്ളേര് ലേശം അങ്ങനെ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് കൂടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യട്ടെ. അതും വന്നിട്ട് ഇருக்கு. எழிலுக்கு நான் ஒரு அரசியை பார்ப்பேன். அவளுக்கு தகுந்த ஒரு குடிசையை சேர்ப்பேன். எழிலுக்கு நான் ஒரு அரசியை பார்ப்பேன். அவளுக்கு தகுந்த ஒரு குடிசையை சேர்ப்பேன். அருமையான புது கனவே வா, கதவை மூடிவா. என் சித்திரமையில்லாய் வருவாயே, ஒரு முத்தமிழ் இன்பம் தருவாயே. சுகமெங்கே ஒரு மேடை போட்டு காலமெல்லாம் பேசுவதா? கண்மணியே உன்னை காதலிப்பதா? சுகமெங்கே ஒரு மேடை போட்டு காலமெல்லாம் பேசுவதா? கண்மணியே உன்னை காதலிப்பதா? சொன்னா படுத்துக்கிட்டு இருப்பேன், தூங்க மாட்டேன் உனக்காக. போக சொன்னா போகவும் மாட்டேன், வா வா கண்ணே காதலியே. கிணத்து தண்ணியை எடுத்துக்க சொன்னா கிணறு வற்றும் உனக்காக. சுகமெங்கே ஒரு மேடை போட்டு காலமெல்லாம் பேசுவதா? கண்மணியே உன்னை காதலிப்பதா? காதலிப்பதா? வேண்டாம். இந்த முகத்தில் விரியுது தாமரையாச்சா? தாமரை பூவில வண்டு வந்தாச்சா? சொன்ன மரத்தில் இருப்பேன், எதையும் செய்வேன் உனக்காக. நடக்க சொன்ன ஓடிக்கிட்டு இருப்பேன், பாப்பா கண்ணை காதலியே.
பேசுவதா கண்மணியே புனை காதலிப்பதா எழிலுக்கு நான் ஒரு அரசியை பார்ப்பேன் அவளுக்கு தகுந்தொரு குடிசையை சேர்த்தேன் எழிலுக்கு நான் ஒரு அரசியை பார்ப்பேன் அவளுக்கு தகுந்தொரு குடிசையை சேர்த்தேன் அருமையான புது கனவேவா கதவை மூடிவா என் சித்திரமயிலாய் வருவாய் ஒரு முத்தமிழ் இன்பம் தருவாய் சுகமெங்கே ஒரு மேடை போட்டு காலமெல்லாம் பேசுவதா கண்மணியே புனை காதலிப்பதா சுகமெங்கே ஒரு மேடை போட்டு காலமெல்லாம் பேசுவதா கண்மணியே புனை காதலிப்பதா கிருஷ்ணா கிருஷ்ணா கொஞ்சம் கண்ட்ரோல் கொடுப்பா கண்ட்ரோல் பியாரு நீயா ஏன் இங்க வந்த காது கேக்கல ஏன் இங்க வந்த பியாரு வந்து வெளிய போ. என்ன பியாரு நான் சொல்றத கொஞ்சம் கேளு புள்ள நீ ஒண்ணும் சொல்ல வேண்டாம் வெளிய போ சத்தம் போடாத புள்ள என்னை பத்தி நீ கேள்விப்பட்டதான் போய் ஆமா நான் ரொம்ப நல்லவன் ரொம்ப சாஃப்ட் உன்னை பத்தி எனக்கு நல்லாவே தெரியும் பாட்டி பாட்டி ஐயோ பியாரு 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 சத்தம் போடாத புள்ள நம்ம லவ் பத்தி பேச வந்திருக்கேன் അയ്യോ അവളുടെ കരച്ചിലല്ലേ കേൾക്കുന്നത് അയ്യോ അവന്റെ കൺട്രോള് പോയി കാണൂ എല്ലാം നശിപ്പിച്ച് കേശു അമ്മാവാ ഓ അവനവളെ ഇത്ര പെട്ടെന്ന് നശിപ്പിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതില്ല നമുക്ക് മുങ്ങാം கோபத்துல கூட அழகா இருக்கு என் திருநெல்வேலி அல்வா ஐ லவ் உன்னை இங்க இருந்து கூட்டிட்டு போதான் வந்திருக்கேன் யாரும் சத்தம் போடாது யாரு வேண்டாம் வேண்டாம் யாரு வேண்டாம் வேண்டாம் சொல்லுங்க கொஞ்சம் கேளு விடுறா அவளை ഇവൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആരെങ്കിലും കയറി പിടിക്കുമെന്ന് അത് പാർവതി ആയിരിക്കും ഞാൻ കരുതിയില്ല കണ്ടില്ലേ അവൻ കണ്ണുരുട്ടി കാണിക്കുന്നത് ഇറങ്ങി പോടാ ഈ വീട്ടിൽ നിന്ന് നാണം കെട്ടവൻ കുന്തം വിഴുങ്ങിയപ്പോൾ നിൽക്കാതെ പെട്ടിയും പടുക്കെടുത്ത് സ്ഥലം വിട്ടോ എന്താ എന്താ ഇവിടെ ഒരു ബഹളം ഈ തമിഴൻ നമ്മുടെ പാർവതിയെ അത് പറയാൻ തന്നെ നാണക്കേടാ ഇല്ല ഏമേലെ എന്ത് തപ്പില്ല വയറ് നിറച്ച് ഭക്ഷണവും തന്ന് നിന്നെ സൽക്കരിച്ച് ഉറക്കിയതിന്റെ നന്ദിയാണോ ഇത് കുറുപ്പേ ഇവനെ പറഞ്ഞുവിട് പാട്ടി ഞാൻ சொல்றது கொஞ்சம் ഇനിയും നോക്കി നിൽക്കാതെ ഇറങ്ങി പോടാ ഇനി അവനെ തൊട്ടുപോരുത് ഇവൻ കൈവീശൊന്ന് തന്നാണ്ടല്ലോ കുറുപ്പമാവൻ 4 കരണം പറഞ്ഞ മിറ്റത്ത് പോയി കിടക്കും അതിവൻ ചെയ്യാത്തതേ ഇവന്റെ മാന്യത കൊണ്ടാ ഇനി ഇവന്റെ മാന്യത പറ്റി ഒറ്റ അക്ഷരം പറഞ്ഞു പോരുത് ഇവനെ പോലെ ഒരു ആഭാസന്റെ സംരക്ഷണം നമുക്ക് ആവശ്യമില്ല പറഞ്ഞു വിടാവനെ ഒരു തെറ്റും നമ്മളോട് ചെയ്യാത്ത ഇവൻ എങ്ങോട്ടും പോകുന്നില്ല കണ്ണയ്യ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്നറിയോ 20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ ചെയ്ത ദ്രോഹത്തിന് പകരം വീട്ടാൻ എന്റെ കാല് വെട്ടിയെടുക്കാൻ ഇവര് തമ്മിലുള്ള ബന്ധം അറിയാമോ ഇവൾക്ക് വേണ്ടി നിശ്ചയിച്ച ഇവളുടെ മുറച്ചെറുക്കൻ ഓർമ്മ വെച്ച നാള് മുതൽ പാർവതിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവനാണ് ഈ കണ്ണയ്യ ഇവൻ ദുഷ്ടനായിരുന്നെങ്കിലേ ഈ കുട്ടൻ ഒറ്റക്കാലി നടക്കുന്നത് നിങ്ങളൊക്കെ കണ്ടേനെ പാർവതി കോയിൽപ്പെട്ടിയിൽ പണ്ടേ തിരിച്ചെത്തിയേനെ നീയും നിന്റെ അമ്മയും വിചാരിക്കുന്ന പോലെ കണ്ണയ്യ ഒരു തെമ്മാടിയല്ല നല്ലവനാ ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഞാൻ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞിട്ടാ അവൻ നിന്റെ അടുത്ത് വന്നത് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ നിനക്ക് എന്താ അത്ര ആവേശം എന്താ ചോദിച്ചത് കേട്ടില്ലേ സ്വന്തം അമ്മാവനെ കയറി ഇവള് പ്രേമിച്ചതുകൊണ്ട് കുട്ടന് നിന്നെ മോളെ എന്ന പോലെ അല്ലെങ്കിൽ കുഞ്ഞനിയത്തി എന്ന പോലെ കാണാൻ സാധിക്കൂ അതാ നമ്മുടെ സംസ്കാരം
മോളെ, ഇനിയും അവനെ ആഗ്രഹിച്ചാൽ 1000 ജന്മം ഗംഗയിൽ മുങ്ങിയാലും ആ പാപം നിന്നെ വിട്ട് ഒഴിയില്ല. നിന്റെ മനസ്സിൽ ഇങ്ങനൊരു ദുർചിന്ത വന്നതിന് സർവ്വ ഈശ്വരന്മാരോടും മാപ്പി ചോദിക്കുക. ഇതുവരെയുള്ളത് അറിവില്ലായ്മയാണെന്ന് കരുതി ഈശ്വരൻ പൊറുക്കും. എല്ലാം മറന്ന് നല്ല ബുദ്ധിക്കായി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും. நான் ஊருக்கு கிளம்புறேன். உங்க எல்லாருக்கும் இஷ்டம் இல்லாம நான் அந்த வீட்டுல இருக்க விரும்பல. எந்த கண்ணே முடிஞ்ச பார்வதி கிட்ட ஒரு வார்த்தை சொல்லிடு. நான் மன்னிப்பு கேட்டேன். கண்ணே இல்ல குட்டு, இனிமே இந்த வீட்டுல நான் இருக்க கூடாது. കണ്ണേ ഞാൻ പറയട്ടെ. കണ്ണയ്യ നിക്ക്. ഒരു തെറ്റും ചെയ്യാത്ത നീ ഈ വീട്ടിൽ നിന്ന് വേദനയോട് പോകാൻ പാടില്ല. പാട്ടി വന്ന് ഇത്രേ ഉള്ളോ നിനക്ക് നിന്റെ പാർവതിയോടുള്ള സ്നേഹം? ஏன் பார்வதியா? அப்படியே நான் மட்டும் நினைக்க கூடாது, அவளும் நினைக்கணும் இல்லையா? குட்டு, நீதான் சொல்லிருக்கிய எந்த பொண்ணையும் கட்டாயப்படுத்தி கல்யாணம் பண்ணக்கூடாதுன்னு. அது சரின்னு நான் புரிஞ்சுக்கிட்டேன். நீங்க எல்லாம் பாரு மேல உயிரையே வச்சிருக்கீங்க. நான் மாமா கிட்ட போய் சொல்றேன், அவ இங்கேயே இருக்கட்டும். எனக்கு எங்க அம்மாவை பார்க்கணும். நான் ஊருக்கு போறேன். ഇവള് പറഞ്ഞത് കേട്ടില്ലേ? ഇവൾക്കും പോണെന്ന്. കണ്ണേ അവള് പറഞ്ഞത് കേട്ടില്ലേ? ആ അമ്മാവ് കാണ്ടുള്ളു പറഞ്ഞത്. എടാ പൊട്ട പൊണ്ണ തടിയാ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഓ പിന്നെ അവള് നിന്നോട് നാ ഉന്നേ കാതൽ പെണ്ണെന്ന് പറയണോ? എടാ അവള് നിന്റെ കൂടെ വരുന്നു എന്നല്ലേ പറഞ്ഞത്. ഇതിൽ കൂടുതൽ സമ്മതം മൂളാൻ ഒരു പെണ്ണിനെ കൊണ്ടും പറ്റില്ല. എങ്ക ഇപ്പടി വാ. അവര് പൊക്കോട്ടെ അമ്മേ, പൊക്കോട്ടെ. அண்ணா வந்தாச்சு. முதலாளி கண்ணையா அண்ணா வந்தாச்சு. என்ன மன்னிச்சிருங்கப்பா. போதும் போதும், மீதியெல்லாம் அப்புறம் பேசிக்கலாம். உள்ள போ. கண்ணையா, இப்ப எனக்கு எவ்வளவு சந்தோஷம் இருக்கு தெரியுமா? இந்த உலகத்திலே நான் நம்புற ஒரே ஒரு ஆளு நீ தாண்டா. நல்லா இருக்கியா? நல்லா இருக்கேன். அங்க உனக்கு ஏதாவது கஷ்டம் இருந்துச்சா? அதெல்லாம் ஒண்ணும் இல்லம்மா. பாட்டி உங்களை பார்க்கணும்னு தவிச்சிட்டு இருக்காங்க. குட்டன் എന്തെങ്കിലും? அதெல்லாம் உள்ள போய் பேசிக்கலாம். எடுத்துக்கிட்டு வந்திருக்க இல்ல எரிச்சுக்கிட்டு வந்திருக்கியா? என்ன மாமா? ஜீப்ல இருந்தா எடுத்து என் கண்ணு முன்னால காட்டுடா. 20 வருஷத்தை வஞ்சம் தீர்ந்தன்னு நான் மனசு திறந்து சிரிக்கணும். எங்க அது? எது மாமா? அவன் காலுடா. மாமா நீங்க சொன்னதை நான் செய்யல. உங்ககிட்ட கொடுத்த சத்தியத்தை என்னால காப்பாத்த முடியல. ஏண்டா நீச்சல் மலங்கி போயிடுச்சா இல்ல வேண்டாம் விட்டுட்டு வந்துட்டியா? அப்படி இல்ல மாமா, அது நியாயம் இல்லன்னு என் மனசுல பட்டுச்சு. நியாய அநியாயத்தை பத்தி பேச நீ யாரடா? இந்த காலை பார்த்து சொல்லு, எது நியாயம் எது அநியாயம்? மாமா நான் என்னையே மாத்திட்டு இருக்கேன். அதுக்கெல்லாம் காரணம் அந்த குட்டை. அதனால நிறுத்தடா. என்ன விட பார்வதியை விட அந்த மலையாளி தானுங்க பெருசாயிட்டாங்களா? அவங்க போட்ட எச்சி சோத்துக்கு நீ சரண்டர் ஆயிட்டியா இல்ல பயந்துட்டியா? மனசாட்சி தடுத்துருச்சு. மனசாட்சி போடா வெளிய. இனிமே அந்த வீட்டு பக்கம் நீ அடி எடுத்து வைக்க கூடாது. பார்வதிக்கு நான் வேற மாப்பிள பாக்குறேன். இது என் லைஃப்ல ஃபர்ஸ்ட் டைம். എന്റെ ലൈഫിൽ ഇത് 1,10,16,000ാമത്തെ ടൈം അണ്ണാച്ചി. എല്ലാരുടെ ലൈഫിലും ഫസ്റ്റ് അടിച്ചിട്ട് സെക്കൻഡ് അടിക്കാൻ പറ്റൂല്ലേ? കുടി. അണ്ണാച്ചി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ലേ? നാളെ മുതൽ ഇത് ഇല്ലാതെ ഉറക്കം വരില്ല. ഈ മദ്യത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഇത് കഴിച്ചാൽ അറിയാത്ത ഭാഷകൾ സംസാരിക്കാം, ഏത് പേടിത്തൊണ്ടനും ധീരനാകാം, വഴിയെ പോകുന്നവരുടെ തല്ലി മേടിക്കാം, ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് ചാവാം.
மனசுல வேதனை ஜாஸ்தி இருக்குடா குட்டா, அதனாலதான் குடிக்கிறேன். കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് കണ്ണയ്യക്ക്. എന്ത് മദ്യം? ഏയ്, കണ്ണയ്യക്ക് പാർവതിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ വിഷമിപ്പിക്കണം. അവൻ അതിന് കഴിയില്ല. ആമടാ, നീ വിഷമിക്കണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ന പരിഹാരം? എന്റെ കാല് മുറിച്ചെടുത്ത് അയാളെ കാണിച്ചാൽ പ്രശ്നങ്ങളൊക്കെ തീരുന്നുണ്ടെങ്കിൽ നമുക്കത് കാണിക്കാന്ന്. மாமாய், உங்க மச்சானோட காலை வெட்டி கொண்டு வந்திருக்கேன். என் மனசாட்சி என்ன உறுத்தினாலும் உங்களுக்காகவும் பார்வதிக்காக மட்டுமே இந்த காரியத்தை செஞ்சிருக்கேன். ஆமா. இலை எடுத்துக்கிட்டு வாடாத, மாமா கண் குளிர பாக்கட்டும். டேய், காட்டாத. வேண்டாம், அது பார்த்துட்டு என்னால உயிரோடு இருக்க முடியாது. எங்கேயாவது கொண்டு போ. ரத்த பாசம் அவ துடிக்கிறா. கொலை வெறியில என் மனசு சிரிக்குது. சரி சரி, கொண்டு போய் அதை எரிச்சு சாம்பலாக்குங்க. அத மாமா சொல்லிட்டாங்களா, எடுத்துட்டு போ. எல்லாரும் போங்கடா. எல்லாம் போங்கடா, வாங்க. முதலாளி, அறிவாளர் தன்னை வீசியப்போ துடிச்சு விழுந்த காலை பார்த்து அவ கதறல இருக்கு. கண்ணையா, இப்பதான் என் வெறி அடங்கிச்சு. என்னோட 20 வருஷத்த வேதனை தோ அவனுங்க வைக்கிற நெருப்போட எரிஞ்சு சாம்பலாகட்டும். நீ வீரன், மாவீரன்டா. முதலாளி, பழிக்கு பழி வாங்குறதுக்காக குற்றோட ஆட்கள் இங்க வந்து உங்க ஒத்தக்காலும் வெட்டி போடுவாங்களோன்னு பயமாகுது. என்ன யாருக்கிட்ட என்னடா பேசுறேன்? அப்படி ஒரு சம்பவம் நடந்தது, அந்த குடும்பத்தை சேர்ந்த எவனுக்குமே கால் இருக்காது. என்ன இது, கால் வெட்டுக்கலையா? கண்ணையா என் கூட இருக்கிறப்போ நான் எந்த பயலுக்கட பயப்படணும்? அடுத்தபடியா என்ன செய்யணும் சொல்லுங்க மாமா. இனி நீ செய்ய வேண்டியது எதுவும் இல்லடா. கொடுத்த வாக்க நீ காப்பாத்துற மாதிரி நானும் காப்பாத்துறேன். கோவில்பட்டி திருவிழா முடிஞ்ச அடுத்த முகூர்த்தத்துல உனக்கு என்னோட மகள் பார்வதிக்கும் கல்யாணம். பாரு பாரு, நான் கண்ணையா வந்திருக்கேன். அத்தை பாரு, என்னாச்சு? இன்னும் யார வெட்டுறதுக்கு இங்க வந்திருக்க? இந்த கொலைகாரனை பார்க்கவே எனக்கு பயமா இருக்கு. வெளியே போக சொல்லுடி. அத்தை. என்னடா அத்தை? இவளுக்காகத்தான் இந்த கொடுமையை செஞ்சுட்டு வந்திருக்கேனா? அந்த ஆசை நிறைவேறாது, இந்த கல்யாணம் நடக்காது. இத நான் செஞ்சிருப்பேன் நம்புறீங்களா அத்தை? பார்வதி, நீயுமா? குட்டன் காலம் மட்டும் இல்ல, அவ உடம்புல இருக்கிற ஒரு முடி கூட எடுக்க சம்மதிக்க மாட்டேன். அவன் என் சகோதரன். அப்ப நீ கொண்டு வந்த காலு? ஐயோ, அது பொய்க்காலு. மாமாவை திருப்திப்படுத்துறதுக்காக நாங்க போட்ட நாடகம். இதனால மாமாவோட கொலவெறி அடங்கிடுச்சு. இதெல்லாம் குட்டம் போட்ட திட்டம் தான். நீ சொல்றதெல்லாம் கேட்கும் போது எனக்கு பயமா இருக்கு கண்ணையா. நீங்க ஒண்ணும் கவலைப்படாதீங்க, எல்லாம் சரியாயிடும். உண்மை தெரியாம நான் திட்டிட்டேன், என்ன மன்னிச்சிடுப்பா. ஐயோ, இதுக்கு போய் மாமா, என் மேல கோவமா இருக்கியா? என்ன பார்வதி இப்படி பேசுற? என் மனசு பூரா உனக்கு தானே சொந்தம். குட்டமாமனை பார்க்கணும் போல இருக்கு. அடுத்த வாரம் கோவில்பட்டி திருவிழா, குட்டை இங்க வரான். நாங்க 2 பேரும் ஆடுறோம், பாடுறோம், அமக்கல் படுத்துறோம். பாருங்க, யார் வர்றேன்னு பாரு. ஏ குட்டா, உன் காலைங்க നീ എല്ലാം മുറിച്ചെടുത്തത്. என்ன விளையாடுறியா? അവൻ കാല് കെട്ടി വെച്ചിരിക്കുക. ഇവൻ ഒരു ഇരുകാലിയാണെന്ന് അറിഞ്ഞാൽ ആ പെരുമാൾ ഇവനെ ഒരു കാലിയാക്കൂലേ? உங்களுக்கு அந்த பயமே வேணாம். மாமாவுக்கும் இந்த கோயில் ஆளுங்களுக்கும் பயங்கர தகராறு. மாமா இந்த பக்கமே வரமாட்டாரு. എന്റെ ദൈവമേ, എങ്കി ഇത് നേരത്തെ പറയണ്ടേ? ഈ പണ്ടാറൊക്കെ നീ കാട്ടി എറിയരുത്, ഇനിയും ആവശ്യം വരും. ഇത്ര നേരം കെട്ടിവെച്ചതിന്റെ ഒരു വേദന ഈ ഒരു കാലുള്ളവരെ സമ്മതിക്കണം അല്ലേ? അവര് നിന്നെ പോലെ ഉള്ള കാല് കെട്ടിവെച്ചല്ലോ നിൽക്കുന്നത്. ഓ, അതും ശരിയാ. പിന്നെ നമ്മുടെ ഈ ചിറ്റികളില് മാമാവുക്ക് സംശയമൊന്നുമില്ലല്ലോ. ஒரு സംശയം அப்படியே நம்பிட்டார். അപ്പോ നമ്മൾ ഈ തിരുവിഴ അടിച്ച് പൊളിക്കുന്നു.
തകതത്വം തകൃതം താളപ്പന്തലിൽ ഉത്സവം ഇത് പൊയ്ക്കാലിന്മേലാടാനുള്ളൊരു മത്സരം இந்த வையம் முழுதும் பேதை உன்னை வாழ்த்துமா அந்த வைகை நதியும் வழிமாறித்தான் போகுமா ആടുന്നു നാം പാവക്കൂത്തിൽ ആടിക്കുന്നുണ്ടാരോ പണ്ടേ காலத்தை தடுப்பவன் எவனுமில்லை சொந்த மானத்தை கெடுப்பவன் மனிதனில்லை ജീവന്റെ വിളക്കിലെ തിരി കൊളുത്തും നാവിൽ മൊഴി വളർത്തും പോരിൽ ജയം ഭരിക്കും അവൻ എന്റെ ഗുരുനാഥൻ തകർത്തും താളപ്പന്തലിൽ ഉത്സവം ഇത് പൊയ്ക്കാലിൻ മേലാടാനുള്ളൊരു മത്സരം ഒരു കാലാട്ടം ആയിരം മിഴികളിൽ മഴവിൽ കൂട്ടം ആസையை விளங்கிட யாருக்கு முடியும் அன்பெனும் பாசத்தில் யாரையும் ஒதுங்கும் கண்மணியில் நீலவர்ணம் கடலேடும் நீலவர்ணம் கண்ணன் தான் கை கொடுப்பான் காலத்தில் தேரிழுப்பான் நேரெல்லாம் காணும்போல் நேரே வந்தாலோ ஊருக்கெல்லாம் சாமியாரு உள்ளம் இருந்தால் தேடிப்பாரு அத்தை மகளே முத்துக்கிளியே ஆசையா அதை அக்கம் பக்கம் பார்த்து சொல்லி நாவலா എവിടെ കാല് കണ്ണയ്യ മണ്ണിനു വേണ്ടി പെണ്ണിനു വേണ്ടി മത്സരമില്ലേ ഭൂമിയിലെന്നും കണ്ണിമൈ മൂടി പെൺമനം നാടി മർപ്പണை കണ്ടാൽ നിற்பത് എങ്കേ ഓരോരോ വേഷമല്ലേ ജീവിക്കാൻ ആശയില്ലേ ബ്രഹ്മൻ താൻ ആഴ വയ്ത്താൻ ഉള്ളത്തിൽ കള്ളമിട്ടാൻ വിണ്ണിലെല്ലാം വാനത്തിൽ തങ്ക ചെയ്താനേ പെണ്ണിനെല്ലാം കാതൽ വലയിൽ വീഴ ചെയ്താനേ காலத்தை தடுப்பவன் எவனுமில்லை சொந்த மானத்தை கெடுப்பவன் மனிதனில்லை ജീവന്റെ വിളക്കിലെ തിരി കൊളുത്തും നാവിൽ മൊഴി വളർത്തും പോരിൽ ജയം ഭരിക്കും അപ്പൻ എന്റെ ഗുരുനാഥൻ டேய் விடுறா இன்னும் என்ன ஆத்திரம் கோபம் இருந்தா என்கிட்ட காட்டு വേണ്ട എന്റെ ചേച്ചിയുടെ ഭർത്താവിനോട് പക വീട്ടാൻ എന്നെ കൊണ്ടാവില്ല இப்ப பதிலுக்கு பதில் முடிஞ்சிருச்சுல்ல இப்ப நீங்க விரோதிங்கல்ல ஃப்ரெண்ட்ஸ் ஒருத்தருக்கு ஒருத்தர் கை கொடுத்துருங்க அலையம் പറഞ്ഞ கேட்டிலே கை கொடுக்கு இனிமே நீ வீட்டுக்கு வரலாம் உங்க அக்காவை பார்க்கலாம் அப்பா அல்ல அது ஏய் என்ன தைக்கம் വാ വീട്ടിക്ക് പോലാം യേശുമാവ ഇത്രയും നേരം ഞാൻ ഒറ്റക്കാലാടിയത് തന്നെ ദൈവാധീനം ഇനിയും ഇയാളുടെ മുമ്പിൽ എനിക്ക് വയ്യ സംശയിക്കും എന്നാ என்ன மாமா ரகசியம் அது வேற ஒண்ணும் இல்ல மாமா எதிரிகளா இருந்த எங்க ரெண்டு பேரையும் நீங்க தானே சேர்த்து வச்சீங்க அதனால இன்னைக்கு நைட் மட்டும் இவங்க ரெண்டு பேரும் என் வீட்டுல தங்கட்டும் நாளை காலையில நானே உங்க வீட்டுக்கு கூட்டிட்டு வரேன் அதெல்லாம் உங்க இஷ்டம் ஆனா ஒரு விஷயம்
இனிமே 2 பேரும் சந்தோஷமா இருக்கணும் என்ன? ശരി അളിയാ. அம்மா அம்மா என்னடி கொஞ்சம் வெளியில வாயேன். யார் வந்திருக்கான்னு பாரு. யாரா இருந்தாலும் இப்ப வர முடியாது, வேலை இருக்கு. யாருன்னு பறஞ்சா அம்மா வரும். மாமா അമ്മയുടെ കുട്ടൻ. മല്ലിക கொஞ்சம் பாத்துக்குமா. വേണ്ട വേണ്ട, ഇവിടെ നിൽക്കാം. എന്താ കുട്ടാ ഇതൊക്കെ? ഇങ്ങനെയല്ലാതെ അളിയും കണ്ട പ്രശ്നമാവില്ലേ? யாருது? மச்சானா வந்துட்டியா? வாங்க வாங்க. என்னடி முகத்தொரு மாதிரி வச்சிருக்க? வந்திருக்கிறது என் மச்சான், உன் தம்பி. என்ன மச்சா, கால் வலி இருக்கா? என்ன மாமா சௌக்கியமா? டேய் கண்ணையா, உனக்கு என்னடா ஆச்சு? டென்ஷனா? அதெல்லாம் ஒண்ணு இல்ல. வள்ளி, மச்சான் வந்திருக்கான். ஆட்டுக்கறி குழம்பு, மீன் வறுவல், கோழி சூப்பு எல்லாம் ரெடி பண்ணுங்க. ஏன்னா எனக்கு தெரிஞ்சு இப்பதான் மச்சான் முதல்ல நம்ம வீட்டுக்கு வந்திருக்கான். என்னடி என்ன வள்ளி பாத்துட்டு இருக்க? உள்ள கூட்டிட்டு போங்க. எவ்வளவு பேச வேண்டியிருக்குமே. போங்க எல்லாரும் உள்ள வாங்க. மச்சா பாத்து போங்க. என்னடா? ஐயோ, இந்த சின்ன வயசுலயே அவன் காலு போயிடுச்சே. நீங்க இந்த பாவத்தை செஞ்சிருக்க வேண்டாம்னு நான் நினைக்கிறேன். முட்டாள், நீ என் கூட வந்து எத்தனை வருஷம் ஆச்சு? 30 வருஷம். இன்னுமா உனக்கு புத்தி வரல? நீங்க சொல்றது என்னன்னு 20 வருஷமா ஒத்த காலோட இருக்கிற எனக்கு காலி இருக்கிறவன் யாரு இல்லாதவன் யாருன்னு நல்லா தெரியும்டா. ஐயா, ஆமாண்டா, அவன் காலி யாருமே வெட்டல. அவனுங்க என்ன முட்டாளாக்கிட்டானுங்க. கோவில்பட்டி திருவிழாவை பார்த்தால, காலு வெட்டினவனும் வெட்டப்பட்டவனும் ஒன்னா சேர்ந்து ஆடுனாங்க, பாடினாங்க, அமர்க்கலப்படுத்தினாங்க. கடைசியில நான் சொன்னதுக்காகவே ஒன்னா சேர்ந்துட்டாங்க. மனுஷ குலத்துல பிறந்தவனுக்கு எப்படிடா முடியும்? 20 வருஷமா என்னால முடியல. 20 நாள்ல எப்படிடா முடியும்? அம்மா ஏமாத்தி இருக்கா. இந்த திருப்பதி பெருமாளை ஏமாத்தி இருக்கா. 10-20 വർഷമായിട്ട് ഞാൻ അറിയുന്നത് അദ്ദേഹത്തെ. താൻ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. ചേച്ചി ഒന്ന് സമാധാനായിട്ടിരിക്കുന്നു. യശോമാവ, ഇതുവരെയുള്ള എന്റെ നടനം എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഭരത് തീർച്ച. ഇനി അങ്ങോട്ട് ഓസ്കാർ പ്രകടനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ണയ്യ എന്താ ഒന്നും മിണ്ടാത്തത്? உங்க சேச்சி சொன்னது சரிதான். மாமாவுக்கு தெரிஞ்சா എന്നായാലും അറിയും. അപ്പോഴേക്കും 2 കുടുംബങ്ങളും അകലാനാകാത്ത വിധം അടുത്തിരിക്കും. പിന്നെ പകരം വീട്ടിലേക്ക് എന്ത് പ്രസക്തി? ചേച്ചിയും പാർവതിയും എന്റെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് അങ്ങ് എത്തിയേക്കണം. പാർവതിയുടെ അച്ഛനെ ക്ഷണിക്കാതിരുന്നാ? അയ്യോ, അങ്ങനെ വിളിക്കണ്ട. ഈ കാലിന്റെ കള്ളക്കളി മുഴുവൻ പുറത്താവും. പിന്നെ ക്ഷണിച്ചാലും വരുമെന്ന് തോന്നുന്നില്ല. പഴയ ദേഷ്യം പാടെ മാറി കാണില്ലല്ലോ. തിരിച്ച് 2 தடியனங்கள் வர்றாங்க. இப்ப ஒரு தமாசு காட்டுறேன், சிரிக்காத. பழங்கதி எல்லாம் பேசியாச்சா? ഞങ്ങള് വെറുതെ ഓരോന്നിങ്ങനെ. உங்ககிட்ட ஒரு விஷயம் சொல்லணும் மச்சா. என்னோட இந்த பொய்க்கால ஜெர்மனில இருந்து வர வச்சது. உனக்கு இது போல ஒண்ணு வேணல்ல? എനിക്കോ? இது ஊனுக்கிட்டு நடக்கணும்னு உன் தலையில எழுதி இருந்தா நடந்து தான் ஆகணும். ஆனா இது இல்லாமலும் நடக்கலாம். அது எப்படின்னு கொஞ்சம் பாப்போமா? மெல்ல மெல்ல பாத்து பாத்து. அப்படியே வள்ளே தொடக்கூடாது, போ. ஆமா, இங்க வா. இந்த மாப்ள சொல்றா. ஆமா மாமோய், அப்படி போன கண்ணா. ஆமா ஆமா அப்படி போ. நீ சின்ன புள்ள மாதிரி அப்படியா? மெல்ல வா. டா, இத வச்சுக்க. இவனுக்கு இன்னும் பிராக்டீஸ் ஆவல. மாப்ள ட்ரைனிங் குடுற. லைஃப் பூரா ஒத்த கால்ல நடக்கணும்ல. வள்ளி, விருந்து பிரமாதமா இருக்கும்ல? யாருக்கு மாமா விருந்து? குட்டம் பரப்புறான்ல. ஏன் சீக்கிரமா போற? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ജോലി 100 കൂട്ടാ. அது நான் மறந்துட்டேன். இங்க இருக்கிற ஒவ்வொரு நிமிஷத்திலும் டென்ஷன் கூடிக்கிட்டே இருக்கும் இல்லையா? இருந்தாலும் மச்சான அனுப்பலாம்ல. അപ്പൊ പെങ്ങളെയും പാർവതിയും നേരത്തെ തന്നെ വീട്ടിലേക്ക് അയക്കണേ. என்ன கூப்பிடலையே? கூப்பிடாம பற்றூல. ஏன் கூப்பிடல எனக்கு தெரியும். இந்த ஒத்த காலோட அங்க வந்து மத்தவங்க முன்னாடி. வேணா வள்ளே கண்ணையா, மச்சான் அனுப்பி வைங்க. வா குட்டு, நமக்கு வீட்டுக்கு போய் பிராக்டிஸ் செய்ய. பாத்தியா, இதுக்கெல்லாம் சூத்திரதாரிங்க யார் தெரியுமா? என் பொண்டாட்டி, பொண்ணு, மருமகன்.
இப்போ இந்த நிமிஷத்துல கட்டி வச்சிருக்கிற அவன் காலை அவத்து என்னால சத்தியத்தை நிரூபிக்க முடியும். ஆனா இவன் அந்த காலை இறக்கி தரையில நடக்கணும். கண்ணையினே அவன் காலு வெட்டி எடுக்கணும். അപൂർവമാണ് அந்த സന്ദർഭം വരും. എന്തായാലും വഴക്കും വൈരാഗ്യവും മറന്ന് എന്റെ മോളെ ഇങ്ങോട്ട് അയക്കാമെന്ന് ആ പെരുമാള് സമ്മതിച്ചല്ലോ. സമാധാനമായി. ഒക്കെ കുട്ടന്റെയും കേശുവിന്റെയും മിടുക്കുണ്ടാ. എന്താ കുറുപ്പേ, പരിഭവമില്ലല്ലോ? കുട്ട, ആ പെരുമാള് കല്യാണത്തിന് വരില്ലേ? പെങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ വരുത്താം. പക്ഷെ അവന്റെ ഒരു കാല് വെട്ടിക്കളയേണ്ടി വരും. ചേച്ചി, കുറ്റം പറയാന്ന് വിചാരിക്കരുത്. ഇവന്മാര് ഒപ്പിച്ച പണി അല്പം കടന്ന കയ്യാ. സത്യം മനസ്സിലായ അയാളുടെ പക ഇരട്ടിക്കും. അതോടെ ഇവന്റെ അന്ത്യ. നിന്റെ നീ വെറുതെ അവനെ പേടിപ്പിക്കല്ലേ. എനിക്ക് പേടിയൊന്നുമില്ല. അമ്മ ആഗ്രഹിക്കുന്ന പോലെ ചേച്ചി ഇവിടെ എത്തിക്കഴിഞ്ഞാ ഞാൻ സത്യം തുറന്നു പറയും. 2 കാലിൽ തന്നെ അയാളുടെ മുമ്പിൽ ചെല്ലുകയും ചെയ്യും. എവിടെ നോക്കിയാടാ ഓടുന്നത്? അവനണ്ടാച്ചി കണ്ണ് കണ്ടുവിടാ. കാഴ്ച പോയി. പെരുമാൾ ആനന്ദവല്ലിയും കാണുമായിരിക്കും. എന്റെ മോളെ, മോനകത്തേക്ക് വാ. ஃபர்ஸ்ட் டைம் பொண்டாட்டி வீட்டுக்கு வந்திருக்க. வலது கால் வச்சு உள்ள வரணும்னு எனக்கு ஆசைதான். ஆனா இல்லையே. பரவாயில்ல, வாங்க. டேய், நீ எங்க போற? இந்த வழியா போய் கொஞ்சம் தண்ணி குடிச்சிட்டு வரலான்னு. போ போ, தண்ணி நிறைய குடி. நல்ல தாக இருக்குமே. வாங்க வாங்க. വാ മോളെ. മാമ, അമ്മേ, നിന്നെ കണ്ടിട്ട് എത്ര വർഷമായി? ഇതിലും ഭേദം അങ്ങ് കണ്ടിച്ചു കളയായിരുന്നു. എന്തോന്ന്? കാല്. അധികം താമസിയാതെ നിന്റെ ആഗ്രഹം പെരുമാൾ സാധിച്ചു തരും. கால் ரெடியா? അയ്യോ കണ്ണയ്യ, ഇപ്പൊ എന്തിനാ അയാളെ അങ്ങോട്ട് കെട്ടിയെടുത്തത്? மாமா வராம இருக்கிறதுக்கு நான் எவ்வளவோ ட்ரை பண்ணேன். கட்டாயமா வர வேணாம்னு പറഞ്ഞാ സംശയിക്കില്ലേ? ഇനിയിപ്പൊ എല്ലാ കള്ളിയും പൊളിഞ്ഞോളും. ഓരോ കൊലസ് തൊപ്പിച്ചു വെച്ചിട്ട് അനുഭവിച്ചോ. ഇത് വിചിത്രയും സുചിത്രയും കുറുപ്പിന്റെ മക്കളാ. നീ പോയപ്പോ ഇവരുണ്ടോ? ഇല്ല ഇല്ല. ആ, ഇത് 4 കേശുവിന്റെ മക്കളാ. ഇയാള് நான் சொன்னேன்ல, ரேவதி. ഓ, രേവതി കുട്ടി, നമ്മുടെ കുട്ടന്റെ. കുട്ടൻ എങ്ക? കാല് വെച്ച് കെട്ടായിരിക്കും. എന്നാ? അതെ അതെ, മുറി ഉണങ്ങിയിട്ടില്ല. കുറച്ച് സെപ്റ്റിക്കായി മരുന്ന് വെച്ച് കെട്ടി. കണ്ടില്ലേ, ആ മുഖത്ത് നല്ല വേദന ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെനക്കറിയില്ലേ കുട്ടൻചേട്ടന്റെ കാല് പോയ വിവരം? നീ തിന്നു. പഴം ഇനിയും വേണ്ടി വരും. പിള്ളേരുടെ ഒരു തമ. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നത്? പരിചയപ്പെടലൊക്കെ കഴിഞ്ഞില്ലേ? ചേച്ചി, ഇന്നൊരു ഉഗ്രം സദ്യ ഒരുക്കണം. നോണൊക്കെ കഴിക്കുമല്ലോ അല്ലേ? പിന്നെ മാമ കോഴി കറിനാ ரொம்ப പിടിക്കും. 2 കോഴിയെ തട്ടിക്കോ. ഇവർ ഫ്രൈ ചെയ്തോ. ഹാഫും കൂടി മേടിച്ചോ. ഫ്രൈ ഉണ്ട്, ഫുള്ള് വാങ്ങിക്കാം. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നത്? അടുക്കളയിലേക്ക് പോകോളൂ. എനിക്കും കൂടെ തരണം. ഈ വടി വെച്ച് ഞാൻ കുറച്ചേരം കളിക്കട്ടെ. അയ്യോ, எல்லாரும் ரொம்ப சந்தோஷமா இருக்கீங்க. குட்டന്റെ காலை வெட்ட சொன்ன என்கிட்டயும் അത് വെട്ടിയെടുത്ത കണ്ണയും കിട്ടയും. എന്താ ആർക്കും ഒരു ദേഷ്യം ഇല്ലാത്തത്? അതിന് ഇവന്റെ കാല് മുറിച്ചിട്ട് തിന്നോ തിന്നോ. കാല് മുറിച്ചൊന്ന് കരുതി ഇനി ദേഷ്യം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കിട്ടൂലല്ലോ എന്നാ പറയാൻ വന്നത്. ശരിയാ, നിന്റെ കാല് നിനക്ക് കിട്ടില്ല. ഞാൻ കണ്ണേനെയും കൂട്ടിട്ട് വന്നത് എതുക്കെന്ന് തെരിയുമാ? ഒരു മുഖ്യமான விஷயம் തീരുമാനിക്കാൻ വേണ്ടിയാ. എല്ലാരെയും കൊഞ്ചം വിളിച്ചാ കൊള്ളാം. ഞാൻ വിളിക്കാം. 20 വർഷം മുമ്പ്
நான் செஞ்சது சரிய தப்பு அது எனக்கு தெரியல ஆனா ஒண்ணு தெரியும் உங்க பொண்ணை நான் கஷ்டப்படுத்தல கொஞ்சம் லேட்டா இருந்தாலும் நீங்கள் எல்லாரும் மனசுலயும் எனக்கு ஒரு ஸ்தானம் கிட்டி அதனால எனக்கு ஒரு அத்தியாகிரம் தோணியாச்சு எந்த மோள கல்யாணம் இங்க இந்த வீட்டுல வச்சு நடத்தணும்னு வள்ளிக்கு அதான் இஷ்டம் அவள மனசனுக்கு நல்லா தெரியும் 2 കല്യാണം ഒരേ ദിവസം ഒരേ പന്തലിൽ വെച്ച് നടക്കട്ടോ ദൈവം എന്റെ പ്രാർത്ഥന വീണ്ടും വീണ്ടും കേൾക്കുന്നു എന്താടാ ഈ തൊങ്ങിക്കളിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാവാതെ വിളിച്ചോണ്ട് പോ ഉങ്ക കല്യാണം അങ്ക പോകും എന്താ 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 ശത്രുക്കൾ രണ്ടുപേർ ഒരു പിറുപിറുക്കൽ എനിക്ക് തൃപ്തിയായി എന്ന് പറയായിരുന്നു எங்க கல்யாணம் மட்டும் நம்ம ஊர்ல வச்சுக்கலாமே அது ஏன் அப்படி நம்ம சொந்தக்காரங்க எல்லாமே அங்கதானே இருக்காங்க அவ்வளவு தானே ஒரு 15 பஸ்ல ஏத்தி விட்டா வந்துட்டு போறாங்க அது எப்படி மாமா 90 வயசு பாட்டி அங்கல்ல இருக்கு அந்த கிழவிக்கு ஸ்பெஷலா ஒரு ஹெலிகாப்டர் அரேஞ்ச் பண்ணி கொண்டு வந்துடுவோம் ஆமாப்பா என் கல்யாணம் இங்கேயே வச்சு நடத்தணும்னு எனக்கும் ஆசைதான் இல்லையா ரேவதி അയ്യോ ഇത് വേണ്ട അവർ തടയാൻ നോക്കുമ്പോ നീ ഒരു കൊളാക്കല്ലേ ஏன் കുട്ടേട്ടന്റെ കാല് அப்பா வேணும்னு ஏன் கல்யாணம் அங்கேயே வச்சு நடத்தலாமே വേണ്ട ഞാൻ തീരുമാനിച്ചു കളഞ്ഞു ഇങ്ങ ഒരേ മുഹൂർത്തത്തിൽ 2 കല്യാണം നടക്കട്ടും അമ്മാവക്ക് ഇഷ്ടം താനേ ഇതിലും വലിയ സന്തോഷം എനിക്കുണ്ടോ അമ്മ അളിയ കണ്ണയ്യ என்னையா கண்ணையா இங்கத்தான் இருப்ப அவன் மட்டும் இல்ல வள்ளி பார்வதி எல்லாரும் நீங்க எல்லாம் இங்க இருக்க வேண்டியவங்க அம்மா கொஞ்சம் இப்படி வாங்க എന്തിനാണോ ഇതിൽ കുറച്ച് പണമാണ് ഈ കുടുംബത്തിന് വേണ്ടി ഇതുവരെ നാനൊന്നും ചെയ്തില്ലല്ലോ 2 കല്യാണത്തിന് വേണ്ട പണം ഇതിലുണ്ട് വാങ്ങണം நான் புறப்படுறேன் ஊர்ல பிசினஸ் எல்லாம் இருக்குல்ல வள்ளி உனக்கு இப்ப சந்தோஷம் தானே நான் போயிட்டு வர்றேங்க സ്വാമി ഈ വയലറ്റ് സാരി എനിക്ക് ചേരുവടി കൊള്ളാല്ലേ കൊള്ളാം സുജി ഈ ചുരിദാർ എങ്ങനെയുണ്ട് എടാ കേശു എനിക്കുള്ള മുണ്ടിന് നല്ല വീതിയുള്ള കസവാണ് ഇത് ചേട്ടന്റെ കല്യാണം അല്ല എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കേശുമാ സാരി സൂപ്പർ പക്ഷെ അത് ഉടുത്തു നിൽക്കുന്ന അവളുടെ കഴുത്തിൽ ഒറ്റക്കാലിൽ നിന്ന് നീ താലി കെട്ടുന്ന ഞാൻ എങ്ങനെ കാണൂടാ വെറുതെ ഓരോന്ന് പറഞ്ഞ മനുഷ്യന്റെ മൂട് കളയല്ലേ കേശവമാവാ ദേ മൂട് മേരും കളഞ്ഞ് ഒരുത്തം മാറി നിൽക്കുന്നുണ്ടോ അവനെ കാണുമ്പോഴാ എനിക്ക് ടെൻഷൻ എന്താ കണ്ണേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോ നിനക്ക് മാത്രം എന്ത് പറ്റി இந்த சந்தோஷம் கண்ணீர்ல முடிஞ்சிருமோன்னு எனக்கு கவலையா இருக்கு ஏதோ சம்சயம் மனசுல பட்டுக்கிட்டே இருக்கு குட்டா மாமா திடீர்னு மாறி இருக்காரு இதுல ஏதோ மர்மம் இருக்கு മനുഷ്യന്റെ മനസ്സ് മാറാൻ ഒരു നിമിഷം മതി കണ്ണേ அதெல்லாம் சரிதான் குட்டு இப்ப என் மனசுல பார்வதி மட்டும்தான் அவ இல்லாம என்னால வாழவே முடியாது இதுக்கெல்லாம் காரணம் நீதான் ஏன்னா எங்க 2 பேரையும் சேர்த்து வச்சது நீதான் உன்னால நான் அவளை நஷ்டப்படக்கூடாது அந்த பிரிவை என்னால தாங்க முடியாது ஆமா குட்டு எனக்கு பைத்தியமே பிடிச்சிரும் பார் അപ്പുറത്ത് പോയി കളിക്കണ്ട പിള്ളേരെ ആ പിള്ളേർ അങ്ങോട്ട് ചെല്ലു കണ്ണയ്യ എന്താ എന്താ ഞെട്ടിയത് அது வந்து എനിക്കൊരു സന്ദേഹം കുട്ടൻ കല്യാണത്തിന് 1 കാലി വരണോ 2 കാലി വരണോ அது ஒரு காலில் வரணும் അത് പറ്റില്ല ഈ ഒറ്റക്കാൽ കഥ നമുക്കല്ലേ അറിയൂ നാട്ടുകാർക്ക് അറിയില്ലല്ലോ അവൻ 2 കാലിൽ തന്നെ വന്നാ മതി அது எങ്ങനെ சரியாகும் 2 கால் உண்டு மாமா அறிஞ்சா இந்த கல்யாணம் நடக்கும் ஆ காலை வெட்டி எடுக்கான் மாமா வரைஞ்சா நீ வெட்டு அது ஒண்ணு எனக்கு அறியல ஆனா ஒண்ணு மட்டும் எனக்கு தெரியும் பார்வதி எனக்கு வேணும் அவ எனக்கு வேணும் എല്ലാം കേട്ടില്ലേ കല്യാണത്തിന് നീ 2 കാലിൽ വന്നാൽ 1 കാൽ അവൻ വെട്ട് അല്ലെങ്കിൽ അയാൾ വെട്ടിക്കും ഉറപ്പാ ஆமா இந்த பெருமாள் ஒரு வில்லனா பார்க்க போறீங்க டேய் வேலு இந்த ஹீரோவுக்கும் வில்லனுக்கும் என்ன வித்தியாசம் தெரியுமா எங்க முதலாளி நான் சினிமா எல்லாம் பார்க்க போறேன் ஹீரோயினுக்கு பிடிச்சா ஹீரோ பிடிக்காதவன் வில்லன் ஹீரோயினுக்கு பிடிச்சிருந்தா ஒருத்தன் வில்லனாய் மாறுவானா அதே மாதிரிதான் என் கதை எல்லாரும் சேர்ந்து என்ன ஏமாத்திட்டாங்க ஆனா அந்த பெருமாள் ஏமாறுவானா எனக்கு ஒண்ணுமே புரியல முதலாளி புரியும்படியா சொல்றேன் இந்த கதையில நீ ஜெயிக்க போறவன் திருப்பதி பெருமாள் தோக்க போறது குட்டை
வணக்கம் வணக்கம் லேட் ஆயிല്ലേ ലേറ്റ് ആവില്ല കറക്റ്റാ തന്നെ വന്നിരിക്ക ഇവിടെ എല്ലാം റെഡിയാ ഈ മാല ഇട്ടത് നേരെയാണോ എന്ന് ഇടുന്നുണ്ട്. പാർവതി, എന്റെ കുട്ടേട്ടന് എന്തെങ്കിലും ഒന്നും ആവാതെ നീ ധൈര്യമായിട്ടിരിക്കെ. எல்லாம் ரெடி தானே? ரெடி முதலாளி. அவன் எப்படி வரப்போறான்னு தெரியலையே. டேய் மாப்பிள வர்ற வழியில போடுறான். சரி முதலாளி. போங்க. എല്ലാം ശരിയാണല്ലോ. കുറിപ്പിങ്ങി വാ, കണ്ണയ്ക്ക് വരുന്ന കണ്ടില്ലോ. மாமா என்ன ஆசீர்வாதம் பண்ணுங்க. சரி சரி போய் உட்காரு. கடவுளே, டேய் அவன் ஒத்த கால்ல தான். நான் ஜெயிச்சிட்டேன். போ. ഇതെന്ത് പറ്റി? അത് ഒരു ആക്സിഡന്റ് പറ്റിയത്. എപ്പോ? എവിടെ വെച്ച്? ഇപ്പൊ പറയാൻ സമയമില്ല. വിശ്വവൃത്തിന്റെ കത്തയക്കാം. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇന്നെന്താ പിന്നെ ഇങ്ങനെ? உட்காருங்க. யாரு கிட்ட வரக்கூடாது. இந்த கால் எப்படி வந்துருச்சு? யாரு ராவணனா? நான் வெட்ட வெட்ட புதுசா வர்றதுக்கு நீங்க ரெண்டு பேரும் சேர்ந்து ஏன் முன்னாடி நாடகம் ஆடுறீங்களா? நான் என்ன ஏமாள் நினைச்சியா? அவளு வித்தவனாலும் புத்திசாலிடா, புத்திசாலி. ஏமாற மாட்டேன். டே மாப்பிள, இன்னும் எதுக்காக உட்கார்ந்து இருக்க? என் பொண்ண கல்யாணம் பண்ணணும்னா இவன் காலை வெட்டாம எப்படி நடக்கும்? என்ன வெட்டு? என்ன மாப்பிள தைக்கம்? வந்து வெட்டு. കണ്ണയ്യ, അന്ന് നിനക്ക് എന്റെ കാല് വെട്ടണമായിരുന്നെങ്കിൽ എന്നെ തോൽപ്പിക്കണമായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല. സ്നേഹം കൊണ്ട് നീ എന്നെ തോൽപ്പിച്ചതാ. ഞാൻ കാരണം നിനക്ക് നിന്റെ പാർവതി നഷ്ടപ്പെടാൻ പാടില്ല. വെട്ടടാ, വെട്ട്. അയ്യോ, முடியாது, முடியாது. என் தம்பிக்கு என்னால துரோகம் பண்ண முடியாது. என்ன மன்னிச்சிரு குட்டா, என்ன மன்னிச்சிரு. இப்படி பழி வாங்கிட்டு தான் உன் பொண்ணை கல்யாணம் பண்ணணும்னா எனக்கு இந்த கல்யாணம் வேணாம். எனக்கு என் குட்டம் தான் பெருசு. எவ்வளவு குட்டனை தொட்டிங்க கொலை பண்ணிட்டு வச்சாக்க വേണ്ട കണ്ണയ്യ. 20 വർഷമായിട്ട് ഇയാളെ കൊണ്ടു കിടക്കുന്ന പക തീരട്ടെ. അയാൾ വെട്ടട്ടെ.
அப்பா, அவங்கள பாத்தீங்களா? அவரோட பாசத்தை பாத்தீங்களா? என்னையும் கண்ணையாவையும் சேர்த்து வச்சது இந்த குட்ட மாமா தான். அந்த குட்ட மாமாவுக்கு ஏதாவது துரோகம் பண்ண நினைச்சீங்க, அப்புறம் நான் உயிரோட இருக்க மாட்டேன். കണ്ണിന് കണ്ണായി വളർത്തി നമ്മുടെ കുഞ്ഞിന് വേണ്ടി എല്ലാം ക്ഷമിച്ചൂടെ? എനിക്കൊരു ജീവിതം തന്ന് കരുണ കാണിച്ച നിങ്ങൾക്ക് സ്വന്തം മകളുടെ വേദന എന്നെ കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വീട്ടുവരാന്റെ വന്നിരുന്ന് നിങ്ങൾ തന്ന പിച്ചക്കഞ്ഞി കുടിച്ചവനാ ഞാനും കുട്ടനും. എന്തിനാ എല്ലാവരും ഒന്നുചേരാൻ വേണ്ടി പുറത്തൂടെ? അമ്മയില്ലാത്ത എന്റെ കുട്ടിയുടെ ജീവിതമാണ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇല്ലാതാക്കുന്നത്. പെരുമാളെ, എന്റെ കുട്ടനെ ഒന്ന് താന്നു കൊടുക്കുന്നോണ്ട് നിങ്ങൾ തോൽക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ഒരു ദൈവത്തിന്റെ സ്ഥാനം നിങ്ങൾക്ക്. நீங்க எல்லாம் ரொம்ப நல்லவங்க. இப்ப எல்லாரும் சேர்ந்து ஒண்ணாயிட்டீங்க. நான் மட்டும் உங்க இஷ்டப்படியா எல்லாம் நடக்கட்டும். நான் എന്റെ മകളെ രക്ഷിച്ചു കൊണ്ടുപോയി മഹാരാണിയെ പോലെ വാഴിച്ച് നിങ്ങളുടെ കാല് തൊട്ട് നമസ്കരിക്കണമെന്ന് അന്നേ ആഗ്രഹിച്ചതാണ് ഈ അമ്മ. നിങ്ങളോട് ഇത്രയും ക്രൂരത കാണിച്ച എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. നീ പോകരുത്. എന്റെ മൂത്ത മകനാണ് നീ. ഇത് നിന്റെ വീടാ. ഇവിടെ എന്ത് നടക്കേണ്ടതും നിന്റെ പൂർണ്ണ അനുവാദത്തോടെ ആയിരിക്കണം. ഞങ്ങളെല്ലാം ആഗ്രഹിക്കും പോലെ നിന്റെ അനുഗ്രഹത്തോടെ ഈ 2 വിവാഹങ്ങളും നടത്തിക്കൂടെ?